പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു പ്രസംഗം കേട്ടു, ചിലരൊക്കെ അത് കുറിച്ചെടുത്തു, പിന്നെ അടുത്ത ദിവസം അത് പോക്കറ്റിൽ കിടക്കുക, മർമ്മങ്ങളൊക്കെ പോക്കറ്റിൽ കിടക്കുക. പിന്നെ പഴംപൊരി കിട്ടിയപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തുടച്ച് അങ്ങനെ ഇട്ടിയപ്പാറ ചത്തോങ്കര റൂട്ടിൽ എത്ര മർമ്മങ്ങൾ പേപ്പറിൽ നമ്മൾ കാണുന്ന ഇല്ലയോ. എന്നാൽ അത് അജിയച്ചൻ നമുക്കൊരു സമ്പത്താണ്, കർത്താവ് തന്ന ഒരു സന്തോഷം, ദാനമാണ്. അതെല്ലാം അച്ഛനെ അത് ക്രമീകരിക്കുന്നു. ആ ചാനലുകളൊക്കെ എത്ര പേർക്ക് അനുഗ്രഹമാണ്. സജു ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു, വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അധികം ആമുഖം ദീർഘമാക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി തന്നെയാണ്, ഒരു കുടുംബം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പാർക്കുന്നുവെങ്കിലും. ഞാൻ തിടുക്കത്തോടെ വചനത്തിലേക്ക് വരികയാണ്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ വേലസ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, പിന്തുണയ്ക്കുന്ന നിരവധി കുടുംബങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പഴയ നിയമത്തിലെ ഒരു ചെറിയ പുസ്തകത്തിലാണ് ഇന്ന് 21 വാക്യങ്ങളുള്ള ഒരു ചെറിയ പുസ്തകത്തിൽ. ഇത് ജ്ഞാനികളാകാനല്ല കേട്ടോ, നമ്മൾ ഇന്ന് ശുദ്ധീകരണം പ്രാപിക്കണം, ചാരേണ്ടതുപോലെ ചാരണം, പകരേണ്ടതുപോലെ അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശരീരങ്ങൾ ആർക്കും ബാധ്യതയാകരുത്. ഹല്ലേലൂയ. ഈ ശരീരത്തെ നിർമ്മിച്ച കർത്താവ്, അവൻ്റെ പരിഹാരം ശരീരത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകന്മാരിൽ ഏറ്റവും ചെറിയ പ്രവാചകൻ ഓബദ്യാവിൻ്റെ പുസ്തകത്തിലാണ്. ആമേൻ. ഓശയ കഴിഞ്ഞ്, ആമേൻ, യോവേൽ കഴിഞ്ഞ്, ആമോസും കഴിഞ്ഞ്, ഇല്ലയോ, സ്തോത്രം. 21 വാക്യം മാത്രമുള്ള ഒരു ചെറിയ, ആമേൻ, ഒരു പുസ്തകം. അതിൽ നിന്ന് ആമേൻ ആരിലാണ് ചാരേണ്ടത്, ആമേൻ, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം, പിന്നെ കുറച്ച് വാഗ്ദത്തങ്ങളും, ആമേൻ, താഴേണ്ടതുപോലെ താഴണം, ഉയർത്തേണ്ടതുപോലെ കർത്താവിനെ ഉയർത്തണം. നമ്മൾ ഉള്ളിൽ പാടിക്കൊണ്ടിരിക്കണം, നിന്നെ കൂടാതൊന്നും പാരിൽ എന്നാൽ സാധ്യം ചെയ്തിടാൻ, വീഴാതെ നിർത്തണം എന്നെ ജീവകാലം മുഴുവൻ, നിന്നെ കൂടാതൊന്നും പാരിൽ എന്നാൽ സാധ്യം ചെയ്തിടാൻ, വീഴാതെ നിർത്തണം എന്നെ ജീവകാലം മുഴുവൻ. കാൽവരിൻ അൻപിനെ ഞാൻ കണ്ടു, വിരഞ്ഞോടി വന്നു, കഴുകന്നെ തിരുരക്തത്താലേ, കറനീക്കൻ ഹൃദയത്തെയും, കഴുകന്നെ തിരുരക്തത്താലേ, കറനീക്കൻ ഹൃദയത്തെയും. സൈമൺ ക്വിൻ, QUINN, സൈമൺ ക്വിൻ, ക്യാപ്റ്റൻ സൈമൺ ക്വിൻ, അയർലൻഡുകാരനായിരുന്നു. ഒരു ആഭ്യന്തര യുദ്ധ സമയത്ത് ഈ പുള്ളിക്ക് ഇച്ചിരി പൊക്കം കൂടുതലാണ്. അപ്പോൾ തൊപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റാണ്. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ മെഡൽ കുറച്ചൊക്കെ ഇവിടെയും പിന്നെ തൊപ്പിയിലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുന്നു. ഒരു മതിലിൻ്റെ വശത്തൂടെ സൈമൺ ക്വിൻ ക്യാപ്റ്റൻ കടന്നു പോയപ്പോൾ കൂടെയുള്ള പട്ടാളക്കാർ പറഞ്ഞു, സാറേ തലയൊന്നിച്ചിട്ട് താഴ്ത്താവോ? പുള്ളി പറഞ്ഞു, ഞാൻ ഉന്നത ഉദ്യോഗസ്ഥനാ, തല പൊക്കിയേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവിടുന്ന് ആരാണ്ട് കാഞ്ചി വലിച്ചു, തല തെറിച്ചു പോയി. താഴേണ്ട ഇടത്ത് താഴണം, താഴേണ്ടവൻ്റെ മുൻപിൽ താഴണം. ഹല്ലേലൂയ, ആമേൻ. താണ് കർത്താവിനെ ഉയർത്തുമ്പോൾ അവൻ്റെ പക്കൽ നിന്ന് തത്സമയ കൃപ, തത്സമയ ദാനങ്ങൾ ലഭിക്കും. അപ്പോൾ ഓബദ്യാവ് എന്നതിൻ്റെ ആമുഖം ദീർഘമാക്കുന്നില്ല. ദ സെർവൻ്റ് ഓഫ് യാഹ്, ആമേൻ, ഒബദ്യാഹ്, യഹോവയുടെ സേവകൻ, യഹോവയുടെ ദാസൻ, ആമേൻ, വൺ ഹൂ ഈസ് ഇൻ ഡിവൈൻ സർവിറ്റ്യൂഡ്. ദാസനായ ഒരുവൻ ഇതാ വായ തുറക്കുക ഒരു പ്രത്യേക സാഹചര്യത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം ചിലർ ചോദിക്കും, ഇത് എപ്പോഴാണ് എഴുതിയത്? വചനം പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പ്രവചന പുസ്തകങ്ങളിൽ ഇത് തന്നെയാണ് ആദ്യം എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ചോദ്യം, സൺഡേ സ്കൂളിൽ 2-3 ചോദ്യം ചോദിക്കാം. ആദ്യത്തെ പ്രവചനവാക്യം ഏതാണ്? അത് യഹോവ പറഞ്ഞ വാക്യമാണ്, ഇല്ല? ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി, ആമേൻ, ആബിൻ്റെ ശത്രുവിൻ്റെ തല തകർക്കും. ഉൽപ്പത്തി 3:15, ആമേൻ, സ്തോത്രം. അത് ദൈവമല്ലേ പറഞ്ഞത്? മനുഷ്യൻ പറഞ്ഞ ആദ്യത്തെ പ്രവചനം ഏതാകാനാ സാധ്യത? അതിനൊരു ഉത്തരവുണ്ട്. ഹാനോക്ക് പറഞ്ഞ ഒരു പ്രവചനം, അത് എഴുതി തന്നില്ല, പറയുകയായിരുന്നു. ഹാനോക്ക് പറഞ്ഞത്
അത് യഹൂദന്മാരുടെ ആ ഒരു തൽമൂദിലും ഒക്കെ എഴുതി അതൊരു പക്ഷേ വായിച്ചും വിശദീകരിച്ചും കേട്ടതുകൊണ്ടായിരിക്കാം യൂദ തൻ്റെ ആ ഒറ്റയധ്യായ ലേഖനത്തിൽ അത് എഴുതി വെച്ചു. അതിങ്ങനെയാണ് വായിക്കുന്നത്. യൂദായുടെ പുസ്തകം ഒരധ്യായമേ ഉള്ളല്ലോ, 14-15 വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് അവിടെ പറഞ്ഞു. യൂദ 14-15 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആദം മുതൽ 7-ാമനായ ഹാനോക്ക്, ആമേൻ, സ്തോത്രം. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. അത് ഹാനോക്ക് പറഞ്ഞതാ, ഹാനോക്ക് എഴുതിയില്ല. അതങ്ങനെ വായ്മൊഴിയായി പകർന്നും അങ്ങനെ പകർപ്പെഴുതിയും സിനഗോഗുകളിൽ വായിച്ചും യേശുക്രിസ്തുവിൻ്റെ പാതി സഹോദരനായ യൂദ ഇത് കേട്ടു. പുള്ളിയുടെ ചെറിയ ലേഖനത്തിൽ അത് എഴുതി വെച്ചു. അത് യൂദ എഴുതിയില്ല, ഹാനോക്കും, ആമീൻ, സ്തോത്രം. യൂദ എഴുതുമ്പോൾ അത് ഇൻവേർട്ടഡ് കോമാസിലാണ്, അത് കോട്ട് ചെയ്യായിരുന്നു. പിന്നെ ആദ്യമായി എഴുതപ്പെട്ട, ആമീൻ, സ്തോത്രം, എഴുതിയ പ്രവചനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓബദ്യാവായിരിക്കണം. അതിലധിക തർക്കമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതിലെ കഥാപാത്രങ്ങളെ പഠിച്ചാൽ വളരെ മുമ്പ്, ആമേൻ, അത് എഴുതിയതാണ്. ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒക്കെ അത് അധ്യായങ്ങളായിട്ട് തിരിക്കാനൊന്നും അറിയത്തില്ല അല്ലേ. ഒരുപക്ഷെ ഒരു 21 അധ്യായമായിട്ട് എഴുതേണ്ടത് ഒരു 21 വാക്യമായിട്ട് നമുക്ക് എഴുതി നൽകിയിരിക്കുകയാണ് ഓബദ്യാവിൻ്റെ പുസ്തകത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇതിനകത്തെ കഥാപാത്രങ്ങൾ, ആമേൻ, സ്തോത്രം, ഇതിൻ്റെ ആമുഖം ചിലർക്കറിയാമെങ്കിലും തിടുക്കത്തോടൊന്ന് പറയുക. അബ്രഹാമിൻ്റെ കൊച്ചുമോനായ എന്നാൽ വഴിപിഴച്ചു പോയ ഏശാവ്, അവൻ്റെ വഴിപിഴച്ചപ്പോൾ, അത് ദൈവമക്കൾക്ക് ഭീഷണിയായപ്പോൾ, when he was sidetracked to sin, പാപത്തിലേക്ക് വഴിതിരിഞ്ഞു പോയപ്പോൾ, ദൈവജനത്തിന് വഴിയിൽ പ്രയാസം ഉണ്ടാക്കിയപ്പോൾ, അവരുടെ വിഭവങ്ങൾ വെച്ച് ചൂത് കളിച്ചപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ഇടപെടുന്നതാണ് ഈ ചെറിയ, ആമേൻ, പുസ്തകത്തിൻ്റെ പശ്ചാത്തലം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മക്കളായ യാക്കോബും ഏശാവും അപ്പൻ ചെയ്യരുതെന്ന് പറഞ്ഞതെല്ലാം ചെയ്തു. കനാന്യ സ്ത്രീകളെ കല്യാണം കഴിച്ചു, ഇശ്മായേൽ വംശാവലി എന്ന് വിവാഹം കഴിച്ചു. അപ്പം ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇസ്മായിലിൻ്റെ വംശാവലിയിലുള്ളതാണ് അറബ് നാട്ടിലൊക്കെ ഉള്ളതെന്നല്ല. ഇസ്രായേലിനെതിരായി ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളിലൊക്കെ ഈ ഏശാവിൻ്റെ വേറൊരു പേര് ഏദോമിൻ്റെ ജനുസ്, ആമേൻ, പകർന്നിട്ടുണ്ട്. അത് ലെബനോനിലും പാലസ്തീനിലും യമനിലും സൗദി അറേബ്യയിലും ആഫ്രിക്കൻ ചില രാജ്യങ്ങളും, ആമേൻ, സ്തോത്രം, ഒക്കെ ഇത് ആരൊക്കെ ഇസ്രായേലിനെ എതിരിടുന്നോ അവിടെ എല്ലാം ഏദോമിൻ്റെ വംശാവലി, ആമീൻ, സ്തോത്രം, അതിൻ്റെ ജനുസ് പകർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചരിത്രം അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരു ടൈം ലൈൻ ഞാനൊന്ന് തിടുക്കത്തിൽ പറയുക. നിങ്ങൾക്കറിയാവുന്നത്, ആമേൻ, ഇതാ ഇസ്രായേൽ ജനം, അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഏദോം, അവൻ്റെ പശ്ചാത്തലം പറയാം. ഉൽപ്പത്തി 25 അന്ന് സ്കാനിങ് ഒന്നുമില്ല. ഗർഭസ്ഥ ആ ഒരവസ്ഥയിൽ ആ പീഡ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചു, എന്താ ദൈവമേ ഇത്? ഉൽപ്പത്തി 25 ഇരട്ടപ്പിള്ളേർ വയറ്റിലുണ്ടെന്നും അവർ തമ്മിൽ ദേ ആർ റിബല്ലിങ് എഗൻസ്റ്റ് ഈച്ച് അതർ, തമ്മിൽ തിക്കുകയാണെന്നും, ആമേൻ, സ്തോത്രം, ദൈവം പറഞ്ഞു കൊടുത്തു. ഇത് 2 ജാതിയാണ്. നമ്മളൊക്കെ എന്ത് മിടുക്കരല്ലേ, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ തമ്മിൽ അടിയും തൊഴിയൊക്കെ ഇത് അന്ന് തുടങ്ങിയതാണ്. സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ, ഉൽപ്പത്തി 25 ആദ്യമായിട്ട് ഭക്ഷണത്തിനകത്ത് നിറം ചേർത്തവനാണ് യാക്കോബ്. അല്ലെ, പയറുകൊണ്ട് പായസം വെച്ച് അങ്ങനെ ചുമന്നിരിക്കുന്നു. തൻ്റെ സഹോദരന് ചുമന്ന നിറം ഇഷ്ടമെന്ന് മനസ്സിലായിട്ട് അവനങ്ങനെ പായസം ഉണ്ടാക്കി അങ്ങനെ അവൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. പിന്നീട് അന്ന് ഫോറസ്റ്റിൻ്റെ കുഴപ്പമോ കേസൊന്നുമില്ല, എന്നാലും വേട്ടയിറച്ചിക്ക് വരും മാട്ടിറച്ചി കൊടുത്തു, മാട്ടിറച്ചിയിൽ ആട്ടിറച്ചി കൊടുത്തു. അങ്ങനെ അനുഗ്രഹം തട്ടിപ്പറിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഹൃദയത്തിൽ ഏശാവ് ഒരു കാര്യം പറഞ്ഞു. അത് പെട്ടെന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാകുകയില്ല. ഇങ്ങനെയാണ് 27-ാം അധ്യായം ഉൽപ്പത്തി, അതിൻ്റെ 41-ാം വാക്യം. ഹൃദയത്തിൽ പറഞ്ഞു, ആമേൻ, അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന നാളിൽ ഞാൻ യാക്കോബിനെ കൊല്ലും. 27-ന്റെ 41. നമ്മുടെ റാന്നി ഭാഷയിൽ പറഞ്ഞാൽ അപ്പൻ്റെ കച്ചവടം തീരുമ്പോൾ ഞാൻ നിൻ്റെ കട പൂട്ടും.
ആമേൻ, സ്തോത്ര. ഇനി ആമേൻ, പിന്നെ മുന്നോട്ട് പോയപ്പോൾ ആമേൻ, ഈ ഏദോം അല്ലെങ്കിൽ ഏശാവ് അവന് വളരെ ഇൻഡസ്ട്രിയസ് ആയിരുന്നു, കർമ്മോത്സുകത. അവൻ ആമേൻ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിൽ വലിയ ഒരു വൈഭവമുള്ള സമൂഹമായി വളർന്നു. സെയീർ പർവ്വത നിരകളിൽ 5700 അടി മേളിലോട്ട് കയറിപ്പോയിട്ട് അവിടെ പട്ടണം നിർമ്മിക്കാം. ഇന്ന് ജോർദാനിലെ പെട്ര മേഖല, ഹോളിവുഡിലെ ഇന്ത്യാന ജോൺസ് പോലെയുള്ള സിനിമകളും അലാവുദ്ദീൻ സിനിമകളും ഒക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു പർവ്വത പ്രദേശമൊക്കെ ഒരുപക്ഷെ അവിടെ ആയിരിക്കാം പെട്ര, അറേബ്യൻ പെട്ര. സ്തോത്രം. അതിനുശേഷം ആമേൻ, യോസഫിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഗോത്രങ്ങളിൽ നിന്ന് യോസഫ്, അവൻ സഹോദരന്മാരാൽ വഞ്ചിക്കപ്പെട്ടു. അവൻ ഈജിപ്തിൽ ചെന്നു. പിന്നെ സഹോദരന്മാരെ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ഒരു 30 വർഷക്കാലം സ്വാതന്ത്ര്യമായിരുന്നു. പിന്നെ ഒരു 400 വർഷക്കാലം അടിമത്തമായിരുന്നു. അത് കഴിഞ്ഞ് മോശയുടെ നേതൃത്വത്തിൽ തിരിച്ചു വരിക. അപ്പോൾ കാദേശ് ദേശത്ത് എന്നപ്പോൾ അവർക്ക് വാഗ്ദത്ത ദേശത്തേക്ക് പോകാനൊരു കുറുക്കുവഴി ഈ ഏദോമിലൂടെയാണ്. അപ്പോൾ പഴയ സഹോദരന്മാരല്ലേ, കസിൻ ബ്രദേഴ്സ് അല്ലേ, ചോദിച്ചു, ഞങ്ങൾ ഇതിലെ ഒന്ന് പൊക്കോട്ടെ. സംഖ്യ 20 അതിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ, സംഖ്യ 14 മുതൽ വായിക്കുമ്പോൾ മോശ അപേക്ഷിക്കുക, ഞങ്ങളുടെ കന്നുകാലികൾ നിങ്ങളുടെ പുല്ല് തിന്നാനോ, ഞങ്ങളുടെ കൂടെ വരുന്ന പുരുഷാരൻ നിങ്ങളുടെ മാങ്ങ പറിക്കാനോ മുന്തിരിങ്ങ തിന്നാനോ വെള്ളം കുടിക്കാനോ കിണറിൻ്റെ അടുത്തോ തോട്ടത്തിലോ ഒന്നും പോകത്തില്ല. ഞങ്ങൾ രാജവീതിയിൽ നാഷണൽ ഹൈവേ കൂടെ പൊക്കോളാം. അപ്പോൾ ഇതാ ഈ വംശാവലി, ഏദോം വംശാവലി പറയുക, 20 21 ആമേ, സ്തോത്രം, ഞങ്ങൾ വാളുമായിട്ട് വരും, ഇതിലെ പോകാനൊക്കത്തില്ല. അവര് ആമേൻ തങ്ങളുടെ വാഗ്ദത്തത്തിലേക്കുള്ള യാത്രയിൽ, വിശ്വാസയാത്രയിൽ ഇവരെ വഴിയിൽ ബുദ്ധിമുട്ടിച്ച് അധിക ദൂരം പറഞ്ഞുവിട്ട പാർട്ടിയാണ്, സഹോദരനെ അധിക ദൂരം പറഞ്ഞുവിട്ട പാർട്ടിയാണ് ഈ ഏദോം ഏശാവിൻ്റെ വംശാവലി. തീർന്നില്ല. സ്തോത്രം. ഈ വഴക്ക് ഒത്തിരി നാൾ പോകണ്ട എന്ന് മോശ വിചാരിച്ചിട്ട് സ്നേഹത്തോടെ തമ്മിൽ ഒരുമിച്ച് പോകാൻ ഒരു ശ്രമമൊക്കെ നടത്തി. ഒരു ദൈവാലോചന പറഞ്ഞു. ആവർത്തന പുസ്തകം 23 അതിൻ്റെ 7-ാം വാക്യം. ആവർത്തനം 23:7 മോശ പറയുക, എടാ ഇനി പായസം, അനുഗ്രഹം, കാലെ പിടിച്ച് പണ്ട് വലിച്ചത്, ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ആവർത്തനം 23:7 ഏദോമ്യരെ വെറുക്കരുത്, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഏദോം വംശാവലി അവർ തുടർമാനമായി ദൈവജനത്തെ, ഇസ്രായേലിനെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ പല സംഭവങ്ങളിൽ 2-3 സംഭവം പറഞ്ഞാൽ ഇതിനകത്തെ വാക്യങ്ങളെല്ലാം മനസ്സിലാവും. ഒരു സംഭവം വായിക്കുക. 1 ദിനവൃത്താന്തം അതിൻ്റെ 18-ാം അധ്യായം. സ്തോത്രം. 1 ദിനവൃത്താന്തം 18. സ്തോത്രം. ഇവരെ തുടർമാനമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ സഹികെട്ട് ഒരിക്കൽ ദാവീദ് ഇറങ്ങി അങ്ങ് ചെന്നു. 1 ദിനവൃത്താന്തം 18 അതിൻ്റെ 13 മുതലുള്ളത് പിന്നീട് വായിക്കണം. സ്തോത്രം. അത് ആമേൻ ചരടും നൂലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക്, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക്, ഞങ്ങൾക്ക് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, സ്തോത്രം, ഒരു അളവൊക്കെ കഴിഞ്ഞിട്ട് അത് വായിക്കുന്നതിൽ എളുപ്പം സങ്കീർത്തനം 60 വായിക്കുക. സങ്കീർത്തനം 60 അതിൻ്റെ 8-ാം വാക്യം. സങ്കീർത്തനം 60 8-ാം വാക്യം. സ്തോത്രം. വായിക്കുമ്പോൾ അളന്നേച്ച് ദാവീദ് ഒരു കാര്യം ചെയ്തു. ചെരുപ്പ് ഊരിയേച്ച് ഒരൊറ്റ ഏറെറിഞ്ഞു. സങ്കീർത്തനം 60:8. ചെരുപ്പ് ഊരി എറിയുന്ന എന്തിനാ? സ്തോത്രം. കീഴടങ്ങിയ ഒരു സ്ഥലം എൻ്റെ ആണെന്ന് പറയുന്ന അവരുടെ ഒരു രീതിയാണ്. ആമേൻ, സ്തോത്രം. ഇവരുടെ ദേശത്തിന് മേൽ ചെരുപ്പ് ഊരി ഒറ്റ ഏറ് കൊടുത്തേച്ച് പറഞ്ഞു, ഇനി കപ്പം തന്ന് ആശ്രിത രാജ്യമായിട്ട് ജീവിച്ചോണം, മൊത്തം കീഴടക്കിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതിനുശേഷം ആമേൻ, സ്തോത്രം, മുന്നോട്ട് വരുമ്പോൾ ചിലർ ചോദിക്കും, പഴയ കാര്യമല്ലേ ഈ ഏദോമ്യർ, പഴയ പാർട്ടികളല്ലേ, നമ്മൾ യേശു കർത്താവിൻ്റെ ജനനം മുതലൊക്കെ അങ്ങ് പഠിച്ചാൽ പോരായോ? എന്നാൽ ഇവന്മാർ ആ സെയീർ പർവ്വതത്തിൽ നിന്ന് അല്പതാമസമൊന്നും മാറ്റി ആ ഒരു പ്രദേശത്തിന് ഇദൂമിയ എന്നൊക്കെ പറയും. ഏകദേശം അതുതന്നെയാണ്. ആമേൻ. അങ്ങനെ ഇസ്രായേല്യരെ, ദൈവജനത്തെ റോമാക്കാർ കീഴടക്കിയ ഒരു ദിവസം, ഒരു നാൾ. ആമേൻ. റോമാക്കാർ പറഞ്ഞു 63
ആമേൻ സ്തോത്രം BC റോമാക്കാർ പറഞ്ഞു, നിങ്ങൾ ഏദോമ്യരെ, നിങ്ങൾ നാട്ടുരാജാക്കന്മാരല്ലേ, നിങ്ങൾക്ക് ഞങ്ങളൊരു പണി തരാം. ഞങ്ങളുടെ ഒരു പ്രതിനിധിയായി ഈ ഇസ്രായേല്യരെ യെരുശലേമിനൊക്കെ കീഴടക്കി. അങ്ങനെ വന്നതാണ് ആമേൻ, ഏദോമ്യ വംശാവലിയിൽ വന്നതാണ് ഹെരോദാവും കൂട്ടരും. ആമേൻ, യേശു കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ആ ശിശുഹത്യയൊക്കെ നടത്തിയ ആമേൻ ഇവന്മാർ തന്നെയാണ്. സ്തോത്രം. അപ്പം നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഇനി ഒരു പ്രധാന സംഭവം വായിക്കാം. 2 ദിനവൃത്താന്തം 21. 2 ദിനവൃത്താന്തം 21 അതിൻ്റെ 16, 17 വാക്യം വായിക്കുമ്പോൾ ഈ 21 വാക്യങ്ങളിൽ ചിലതിന് ആധാരമായൊരു പ്രധാന സംഭവം അവിടെ കാണുന്നുണ്ട്. 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 21 അതിൻ്റെ 16, 17 വാക്യങ്ങളിൽ യഹോരാം രാജാവ് യഹൂദിയെ ഭരിക്കുക. അന്നേരം ഈ ഏദോം അവന്മാരൊരു കാര്യം ചെയ്തു, കുറച്ച് അറബികളെ കൂട്ടി. അവന്മാർ 21-16 ഫിലിസ്ത്യ കൂശ്യ അതിർത്തിയിലൊക്കെ പാർത്തോണ്ടിരുന്ന അറബികളാണ്. അപ്പോൾ അവർ ഏദോമിനോട് ചേർന്ന് വന്നു. സംഭവം ഇതാണ്, അവർ യെരുശലേം നഗരം ആക്രമിച്ചു, യെരുശലേം നഗരം കൊള്ളയിട്ടു, രാജകൊട്ടാരം കൊള്ളയിട്ടു. സ്തോത്രം. പിന്നെ യഹോരാം രാജാവിൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ പിടിച്ച് പട്ടണമധ്യയെ കൊണ്ടുവന്ന് ചീട്ടിടുക. ആർക്കൊക്കെ ആ ചീട്ടിടുക. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ധനം, ദൈവമക്കൾ ഒക്കെ ചീട്ടിടുക. ആമേൻ, ഇവർക്ക് വേണ്ടി ഗാംബ്ലിങ്. ഹല്ലേലൂയ. ഇത് ദൈവം കണ്ടു. ദൈവജനത്തിനാരുമില്ലാതെ വന്നപ്പോൾ ദൈവം അത് കണ്ടു. ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ആമേൻ ഒബദ്യാവിനോട് പറയുക, നീ യെരുശലേമിന് മധ്യേ നിന്ന് ഈ ശത്രുവിനോട് പറക. ആമേൻ. എന്തോ പറയണം? ഒബദ്യാവ് 11 വാക്യം. സ്തോത്രം, ആമേൻ. ഒബദ്യാവ് 11 വാക്യം. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവൻ്റെ സമ്പത്ത് അപഹരിച്ചു പോകുകയും അന്യദേശക്കാർ അവൻ്റെ ഗോപുരങ്ങളിൽ കയറി ചീട്ടിടുകയും ചെയ്ത നാൾ നീ അവരിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. നിന്റെ സഹോദരനാ. ആമേൻ. അവൻ്റെ വിഭവങ്ങൾ, ഞാൻ കൊടുത്ത വിഭവങ്ങൾ പാഴായി പോകുവാൻ, ഞാൻ കൊടുത്ത ബന്ധങ്ങൾ, ഞാൻ കൊടുത്ത കുടുംബങ്ങൾ ആമേൻ പരിഹാസ വിഷയമായി പോകും. നീ വെറുതെ നോക്കി നിന്നു. യു വേർ എ ഹെൽപ്ലെസ്, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, വെറുതെ യു സ്റ്റുഡ് അലൂഫ്. നിനക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ നീ അവരുടെ ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നു. ദൈവമക്കളെ നിസ്സഹായരായി അല്ലെങ്കിൽ പരിഹാസത്തോടെ നോക്കി നിന്നു. ആമുഖമായൊരു കാര്യം പറയട്ടെ. നമ്മുടെ അവകാശത്തെ കവരുവാൻ, നമ്മുടെ വിഭവങ്ങളെ കവരുവാൻ, നമ്മുടെ നന്മകളെ കവരുവാൻ ശത്രു ചുവട് വയ്ക്കുമ്പോൾ, നമ്മുടെ കൂടെ ഒരു സഹായത്തിന് ആരുമില്ലാതെ വരുമ്പോൾ സർവശക്തനായ ദൈവം നമുക്കായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. സർവശക്തനായ ദൈവം നമുക്കായി എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. വേറൊരു സംഭവം പറയാം. ആമേൻ 586 BC നെബൂഖദ്നേസർ യെരുശലേം ആക്രമിച്ചു. അക്കാര്യം നിങ്ങൾക്കറിയാം. അന്നേരമായിരിക്കാം സങ്കീർത്തനം 137:7 ഇവന്മാർ സഹോദര കുടുംബം, സഹോദര വംശാവലിയ. സ്തോത്രം. വഴിപിഴച്ചു പോയി. അവരെന്തു ചെയ്തു? 137:7 സങ്കീർത്തനം ആമേൻ ഇടിച്ചുകളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചുകളവിൻ എന്ന് പറഞ്ഞ്, ടിയർ ദം ഡൗൺ, ഡിസ്ട്രോയ് ഡൗൺ എന്ന് പറഞ്ഞ് നിങ്ങൾ, സ്തോത്രം, ഏദോമ്യർ, ആമേൻ, യെരുശലേം ഇടിക്ക്, മൊത്തം ഇടിക്ക്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സഹോദരൻ്റെ പ്രയാസത്തിൽ ആമേൻ സന്തോഷിച്ച ഒരു സമൂഹമാണ്. ഹല്ലേലൂയ. അതാണ് ഒബദ്യാവ് 12 വാക്യത്തിൽ ഇത് തന്നെ പറയുക. 12 സഹോദരൻ്റെ അനർത്ഥ ദിവസത്തിൽ നീ കണ്ടു രസിച്ചു, യഹൂദൻ്റെ അപായ ദിവസം അത് നിന്നെ സന്തോഷിപ്പിച്ചു, കഷ്ടദിവസത്തിൽ വമ്പ് പറഞ്ഞു. അപ്പോൾ ആമുഖമായിട്ട് അത്രയും പറയാം. ഇനി നമ്മുടെ ചിന്ത ഗൗരവമാകുക. സ്തോത്രം. ചോദ്യം, ഇന്ന് രാത്രികാലം ഒരു കാര്യം ഉറയ്ക്കണം. ലുക്ക് അറ്റ് ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ യുവർ ചെയർ. നിങ്ങളുടെ ഇരിപ്പിടത്തിലിരിക്കുന്ന ആളെ ഒന്ന് നോക്കണം. എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ
ആമേൻ, whom do you rely on? നിങ്ങൾ ആരിലാ ശരിക്കും ചാരിയിരിക്കുന്നു? ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ജീവചരിത്രം വായിച്ചു. അത് ഞാൻ ഈ ദിവസങ്ങളിൽ ഡിവോഷനിലൊക്കെ അത് ചേർത്തിട്ടുണ്ട്. ബ്രസീലിലെ പ്രസിഡൻ്റായിട്ട് മത്സരിച്ച് വിജയിച്ച ഒരുത്തൻ, ആമേൻ, ടാൻഗ്രഡോ നേവ്സ്, NEVES, ടാൻഗ്രഡോ നീവ്സ്. പുള്ളി ഓസ്ട്രിയയിൽ നിന്ന് കുടിയേറിയ ഒരു വംശാവലിയാണ്. വലിയ നിയമജ്ഞനാണ്. മന്ത്രിസഭയിൽ നിരവധി തവണ മന്ത്രിയായി, ഗവർണറായി. വലിയ പഠിത്തമുള്ള, വലിയ പ്രാസംഗികൻ, പുരുഷാരത്തെ പിടിച്ച് ഉലയ്ക്കും. രാഷ്ട്രീയമായിട്ട് ഒത്തിരി ആരാധകരുണ്ടായിരുന്നു പുള്ളിക്ക്. ടാൻഗ്രഡോ നീവ്സ് 1985 ജാനുവരി 15 ബ്രസീലിലെ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ്. പുള്ളിക്കെതിരെ മത്സരിക്കാൻ പോലും ആളില്ലാത്തതുപോലെ ഭയം, അത്ര ജനപിന്തുണ. പക്ഷേ ഈ പുള്ളി ദൈവനിഷേധിയാണ്. ടാൻഗ്രഡോ നീവ്സ് എന്ന ഈ രാഷ്ട്രീയക്കാരൻ പരസ്യമായിട്ട് പ്രസംഗിക്കുക, ഈ ഇലക്ഷനിൽ എന്നെ പ്രസിഡന്റ് ആക്കാതിരിക്കാൻ ദൈവം ശ്രമിച്ചാൽ പോലും നടക്കുകയില്ല. ഈവൻ ഗോഡ് ഈസ് ഹെൽപ്ലെസ്. അത്ര ജനപിന്തുണ. ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ നിസ്സഹായനായിട്ട് ദൈവം നോക്കുന്നുണ്ടായിരിക്കും. ടാൻഗ്രഡോ നീവ്സ്. അതുകൊണ്ട് എല്ലാവരും കൈയടിച്ചു. മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ നമ്മൾ പറയല്ലേ, മാസ് ആ ഒരു മാൻഡേറ്റ് വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 55 ദിവസം ഒരു ഗ്യാപ്പ്, അത് കഴിഞ്ഞ് പ്രസിഡന്റിൻ്റെ കസേരയിലിരിക്കാം. അങ്ങനെ മാർച്ച് 14, 1985 പ്രസിഡന്റ് ആകാൻ പോവുക. മാർച്ച് 14, 1985. അതിൻ്റെ തലേ ദിവസം മാർച്ച് 13 വൈകിട്ട് ഒരു ക്ഷീണം. ടാൻഗ്രഡോ നീവ്സിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 38 ദിവസം, ആമേൻ, സ്തോത്രം, രോഗത്തിൻ്റെ പീഡ, രോഗക്കിടക്ക, മരണക്കിടക്കയായി. ഇലക്ഷന് ജയിച്ചോ? ഹല്ലേലൂയ, സ്തോത്രം, ജയിച്ചു. ആമേൻ, സ്തോത്രം. ഇതാണ് ഹല്ലേലൂയ, ആരിൽ നിങ്ങൾ ചാരണം. ഹല്ലേലൂയ, സ്തോത്രം. ആരുമില്ലാതെ പോയാൽ ചാരേണ്ടവനിൽ ആമേൻ ചാരിയാൽ നിന്റെ ജീവിതത്തിലെ ചുവടുകൾ, ആമേൻ, കുറച്ച് ഏടുകൾ മാറട്ടെ, നീ ജയാളിയാ. ഹല്ലേലൂയ. നിന്റെ കണ്ണിന് മുൻപിൽ തലമുറ ക്ഷയിച്ചു പോലെ അതിൻ്റെ പ്രമാണങ്ങളായി ഇന്ന് എടുക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഏദോം, അതായത് ഉടമ്പടിയിൽ പ്രവേശിച്ച വല്യപ്പച്ചൻ്റെ വഴിപിഴച്ച കൊച്ചുമകൻ, ആ വംശാവലി, അവൻ ആരിലാണ് ചാരിയത് എന്ന് ചോദിച്ചാൽ അവനൊരു 5 കാര്യങ്ങളിൽ ചാരി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാണെന്നൊന്നും നോക്കണം. 1, അവൻ ആശ്രയിച്ചത് എന്തിലാ? ഫോർട്രസസ്, അവൻ്റെ ഉയർന്ന കോട്ടകൾ. ഹല്ലേലൂയ, സ്തോത്രം. കോട്ടകൾ, ഹിൽ ടോപ്പ് ഹൗസസ്. 3-ാമത്തെ വാക്യം, ഒബദ്യാവ്, പാറയുടെ പിളർപ്പുകളിൽ പാർക്കുന്നവൻ ഉന്നതവാസിയ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ, സ്തോത്രം. ദൈവം പറയാ, നീ പാറയുടെ ഇടയ്ക്കല്ല, നക്ഷത്രത്തിൻ്റെ ഇടയിൽ പാർത്താലും ഹല്ലേലൂയ നിന്നെ താഴെ കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മുടെ പാർപ്പിടത്തിൻ്റെ ബലം. ഹല്ലേലൂയ, സ്തോത്രം. നാം ആമേൻ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വിസിറ്റ് ചെയ്യുന്ന ആശുപത്രികളുടെ വലിപ്പം, അതിലൊന്നുമല്ല ചാരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവൻ അവൻ്റെ പാർപ്പിടത്തിൽ, കോട്ടയിൽ അവനൊരാശ്രയം വെച്ചു. 2, ഓൺ ഹിസ് ഫിനാൻസസ്, അവൻ്റെ സമ്പത്തിൽ. പക്ഷേ അവിടെ ഒരു ശൈലി, ഒരു ഫ്രേസ് അവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ അത് മനസ്സിലാകുമായിരുന്നു, ഇപ്പം അത് മനസ്സിലാവും. നേരത്തെ ആളുകൾക്കത് മനസ്സിലാകും, ഇന്ന് മനസ്സിലാവും. ഇന്ന് എല്ലാം ബാങ്കിലും പാസ്വേഡ് ഇട്ടും സൈബർ ട്രാൻസാക്ഷനൊക്കെ അല്ലേ. 6-ാം വാക്യം, അവൻ്റെ നിക്ഷേപങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ചു. ഹല്ലേലൂയ, സെർച്ച്ഡ് ആൻഡ് ഫൗണ്ട്. ആമീൻ. നമ്മളെല്ലാം കോർ സിസ്റ്റം ആണല്ലോ ബാങ്കിലല്ലയോ. ഞങ്ങളുടെ ഒരു അപ്പച്ചന് 7 ഡെബിറ്റ് കാർഡുണ്ടായിരുന്നു. എന്നാൽ ഏതാണ്ട് ഗുളിക കഴിക്കാതെ പോയപ്പോൾ ഒരു ദിവസം പുള്ളി എല്ലാത്തിൻ്റെയും പിന്ന് മറന്നുപോയി. ഇതെവിടാ വെച്ചെന്നും മറന്നുപോയി, പേഴ്സ് എവിടാ വെച്ചെന്നും മറന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പുള്ളി മാറ്റുവഴിക്കടുത്ത്, ആമേൻ, പുള്ളിയുടെ കാറ് ഓടിച്ചു വന്ന് ബസ് സ്റ്റാൻഡിനടുത്ത് പാർക്ക് ചെയ്തിട്ട്
എങ്ങോട്ടാ പോകേണ്ടതെന്നറിയാതെ ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു, എൻ്റെ കാർ പോർച്ചിൽ കിടന്ന കാറ് കാണാനില്ല. മൊത്തം റിലേ പോയി. ഹല്ലേലൂയ, സ്തോത്രം. സമ്പത്തിൻ്റെ കാര്യവും ചില ഓർമ്മകളിലൊക്കെയാണ്. ഹല്ലേലൂയ, ആമേൻ. ഒരു സൈറ്റ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനങ്ങളും ബാങ്കിൽ മാറിക്കിട്ടും. ഹി റിലൈഡ് ഓൺ ഹിസ് ഫിനാൻസസ്, അവൻ്റെ നിക്ഷേപങ്ങൾ. ഹല്ലേലൂയ, ഹിസ് ഹിഡൻ ട്രഷേഴ്സ് വെർ സെർച്ച്ഡ് ഔട്ട്, തെരഞ്ഞ് പുറത്ത് കൊണ്ടുവന്നു. സ്തോത്രം. ഇനി ഹി റിലൈഡ് ഓൺ ഹിസ് ഫ്രണ്ട്സ്, കൂട്ടുകാർ. ആമീൻ. ആരൊക്കെയായിരുന്നു കൂട്ടുകാർ? അറബികൾ കൂട്ടുകാരായിരുന്നു, ഫിലിസ്ത്യർ കൂട്ടുകാരായിരുന്നു. വായിക്കുന്നു 7-ാം വാക്യം. ആമേൻ. യേശുക്രിസ്തുവിനെ ഏറ്റവും അടുത്ത ബന്ധുവാക്കിയില്ലെങ്കിൽ നിന്റെ ബന്ധങ്ങൾ നിനക്ക് വഞ്ചനയായി തീരും. 7-ാം വാക്യം. നിന്നോട് സഖ്യത ചെയ്തവർ, സന്ധിയുള്ളവർ ചതിച്ചു, തോൽപ്പിച്ചു. നീ അവരുടെ കൂടെ ആഹാരം ഭക്ഷിച്ചില്ലേ? ക്ലബിലും ഫീസ്റ്റിംഗ്. ആമീൻ, സ്തോത്രം. അതിന് ആമീൻ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവനും കുടിച്ചവനും ഒക്കെ നിനക്ക് കെണിയായി തീർന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ശരിയായാൽ ബാക്കി ബന്ധങ്ങളെ നിലനിർത്തുന്ന, അനുഗ്രഹമാക്കുന്ന ഒരുത്തനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരു പെങ്കൊച്ച്, എറണാകുളം ജില്ലയാണ്. തൻ്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറുക്കന്മാരുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തു, തോളത്ത് കൈയൊക്കെ ഇട്ട് ഫോട്ടോ. അങ്ങനെ ഒന്നില്ലേ, ലിവിങ് ടുഗദറും ഡൈയിങ് ടുഗദറൊക്കെ അല്ലേ. അപ്പോൾ തോളത്ത് കൈയിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടെടുത്തു. പക്ഷേ ഈ പെങ്കൊച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം വേണമെന്ന് തീരുമാനിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അനാവശ്യമായിട്ടുള്ള ആമേ സ്തോത്രം കൂടിവരവുകളും യാത്രകളും ഒന്നിച്ചിരിക്കലുകളൊക്കെ മാറി അവൾ വിശുദ്ധിയിൽ ജീവിക്കാൻ, വേർപെട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ചെറുക്കൻ പറയാം, നീ അങ്ങനെ വിശുദ്ധയാകണ്ട. ഞാൻ നിൻ്റെ തോളത്ത് കൈ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ പെങ്കൊച്ച് ആദ്യമൊക്കെ ഒന്ന് കരഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അവൾക്ക് ബോധ്യം കൊടുത്തു. സ്തോത്രം. ഇവൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്യും. അവൾ അപ്ലോഡ് ചെയ്തു. അവിടെ ഫേസ്ബുക്കിലും എങ്ങാണ്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് താഴെ എഴുതി, സ്തോത്രം, കെയർലെസ്നെസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഒരു ദൈവ പൈതലിൻ്റെ ഒരു അബദ്ധം. ഇങ്ങനെ പാടില്ല. എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, യേശു കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ അബദ്ധം നിങ്ങൾക്കിത് പറ്റരുത്. ഹല്ലേലൂയ. ഏറ്റവും അടുത്തവർ അകന്നാലത് 1000 കാതം ദൂരെ ആയിരിക്കും. എന്നാൽ യേശുക്രിസ്തു നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ ഇവിടെ ഇവന് പറ്റിയത് അവൻ്റെ കോട്ടകൾ, അവൻ്റെ സമ്പത്ത്, അവൻ്റെ സുഹൃത്തുക്കൾ, ഇതിലൊക്കെ അവൻ ചാരിയത് തീർന്നില്ല. ഹിസ് ഫോർസൈറ്റ്, അവൻ്റെ മാത്രമല്ല കേട്ടോ, അവൻ്റെ കൂടെ ജ്ഞാനികളുണ്ടായിരുന്നു. ദീർഘവീക്ഷണമുള്ള, കാലഗതികളെ വിവേചിക്കാൻ കഴിവുണ്ട് എന്നവൻ ധരിച്ച 8-ാം വാക്യം. 8-ാം വാക്യം. അന്നാളിൽ ഞാൻ ഏദോമിൽ നിന്ന് ജ്ഞാനികളെയും ഏശാവിൻ്റെ പർവ്വതത്തിൽ നിന്ന് വിവേകത്തെയും നശിപ്പിക്കും. ഹല്ലേലൂയ. കോംപ്രിഹെൻഷൻ, ഡിസേണിങ്, വിവേചിക്കാനുള്ള കഴിവ് എടുത്തു കളയും, തീരുമാനങ്ങളെ അബദ്ധമാക്കും. ഹല്ലേലൂയ. ഈ ഹോശേയ പ്രവചനത്തിൽ അതിൻ്റെ 14-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യം എനിക്ക് വലിയ ഇഷ്ടമാണ്. യേശു കർത്താവിൻ്റെ അടുത്ത് മടങ്ങി വരുമ്പോൾ, യേശു കർത്താവിനോട് അടുത്തു നിൽക്കുമ്പോൾ, അങ്ങനെയും ഇങ്ങനെയും ഒന്നും പറയരുത് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നൽകുമ്പോൾ, ഹോശേയ 14-ന്റെ 3-ാം വാക്യത്തിൽ ശക്തമായൊരു കാര്യം പറയാം. ഞാൻ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ചെയ്യുമെന്ന് പറയരുത്. നെവർ സേ ദാറ്റ് ഐ വിൽ റൈഡ് ഓൺ ഹോഴ്സസ്. കുതിര, അത് പ്രവചന പുസ്തകങ്ങളിൽ ഒരു പ്രത്യേക ഒരു യൂസേജാണ്. ഹോഴ്സ് സ്റ്റാൻഡ്സ് ഫോർ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. കുതിര പുറമേ നിന്നുള്ള ഒരു ശക്തിയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ ഒക്കുമോ? ഹൃദയത്തിൻ്റെ മിടിപ്പ്, ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ, സ്തോത്രം, ശരീരത്തിലെ ജലാംശത്തെ അരിച്ചെടുക്കുന്ന 2 കിഡ്നികൾ, ആമേൻ, ടോക്സിസിറ്റി വരുമ്പോൾ കൈകാര്യം ചെയ്യുന്ന കരൾ, ഇതൊക്കെ നിങ്ങൾ കൽപ്പിച്ചേച്ചാണോ? ആമേൻ, സ്തോത്രം. ഈ 2 കിഡ്നി, അതിൽ ഒന്ന് അധികം അധ്വാനം ചെയ്യുമ്പോൾ മറ്റേത് അല്പം വിശ്രമം എടുക്കുന്നു. ഇതൊക്കെ തമ്മിലൊക്കെ ക്രമീകരിക്കുന്നത് ആരാ?
നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ളത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കെൽപ്പില്ല എങ്കിൽ പുറമേയുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ നിയന്ത്രിക്കും? ചിലർ പറയും, ഞാൻ ഈ വിഷയം ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടും, എൻ്റെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചിട്ട് അവിടെ അയച്ചിട്ട് ഞാൻ അങ്ങനെയാക്കും. എന്നാൽ ഹോശയ 14:3 വായിച്ചു പറയണം, പൊന്നു കർത്താവേ, കുതിരപ്പുറത്ത് കയറാനുള്ള കഴിവൊന്നും എനിക്കില്ല. കുതിര എന്നെ തൊഴിയും, കുതിര എന്നെ അവൻ ഉരുട്ടി താഴെയിടും. നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ ചുവടുകളും ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുക. എൻ്റെ യേശു കർത്താവിന് തോൽക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ജയിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദീർഘവീക്ഷണം, ഫോർസൈറ്റ്, ഫോർട്രസസ്, ഫിനാൻസസ്, ഫ്രണ്ട്സ് ആൻഡ് ഫോർസൈറ്റ്. ആമീൻ, സ്തോത്രം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഏറ്റുപറയുന്നൊരു വാക്യമില്ലേ, സങ്കീർത്തനം 31:15. എനിക്ക് വലിയ ഇഷ്ടമാണ് അത്, ഞാൻ എല്ലായിടത്തും പറയും അത്. 31:15 സങ്കീർത്തനം. മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ, എൻ്റെ കാലഗതികൾ, അടുത്ത ചുവടും പോകേണ്ട വഴിയും നാഴിക കല്ലുകളും എത്തിച്ചേരേണ്ട ദിശയും ആമേൻ തിരിയേണ്ട ദിക്കും എല്ലാം നിൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, നിൻ്റെ ഹിതം, ഹല്ലേലൂയ, സ്തോത്രം, നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ എന്നെ നടത്തും. തീർന്നില്ല. ആമേൻ. ഇതിൻ്റെ സ്തോത്രം, ഇവൻ ചാരിയ മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു. ഹിസ് ഫൈറ്റേഴ്സ്, നല്ല ഒന്നാം തരം പടക്കൂട്ടം കൂടെ ഉണ്ടായിരുന്നു. 9-ാം വാക്യം, ഒബദ്യാവ് 9-ാം വാക്യം. ഏശാവിൻ്റെ പർവ്വതത്തിൽ ഏവനും, ആമേൻ, സ്തോത്രം, ആമേൻ, ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം, കൊലയാൽ ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം. അവിടെ ഒരു പദം ശ്രദ്ധിക്കണേ, 9-ാം വാക്യം. അത് പ്രധാനപ്പെട്ട ഒരു പദമാണ്. തേമാനെ നിന്റെ വീരന്മാർ. ആരാ തേമാൻ? ആമേൻ, ഏശാവിൻ്റെ കൊച്ചുമോനാണ് തേമാൻ. അത് ആമേൻ ഉൽപ്പത്തി 36:15 വായിക്കുമ്പോൾ മക്കളുടെ പേരൊക്കെ എഴുതുമ്പോൾ, കൊച്ചുമക്കളുടെ പേര് എഴുതുമ്പോൾ, തേമാൻ വാസ് ഗ്രാൻഡ് സൺ ഓഫ് ഈസോ. സ്തോത്രം. മാത്രമല്ല, തേമാൻ എന്നത് ഒരു പട്ടണത്തിൻ്റെ പേരൂടാ. ആമേൻ, സ്തോത്രം. സെയീർ പർവ്വത മുകളിൽ അവർ ഉണ്ടാക്കിയ ആ ഒരു പട്ടണത്തിൽ ഒരു പ്രധാന, ആമേൻ, സ്തോത്രം, ഒരു പ്രധാന പട്ടണം തന്നെയാണ്, ആമേൻ, സ്തോത്രം, തേമാൻ. അപ്പോൾ 2 കാര്യമാണ്, ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം. തേമാനെ നിന്റെ വീരന്മാർ ഭ്രമിക്കും. ആമേൻ, സ്തോത്രം. ഞാൻ യേശു കർത്താവിനെ അറിഞ്ഞിട്ട് അവൻ്റെ വഴിവിട്ട് പാപം ആഘോഷിച്ച് വഴിതെറ്റിപ്പോയാൽ, ഹല്ലേലൂയ, എൻ്റെ തലമുറ ഭ്രമിച്ചു പോകും. തേമാനെ നീ ഭ്രമിക്കും. സ്തോത്രം. തേമാൻ ഒരു പട്ടണവും കൂടെയാ. ആമേൻ, ചുറ്റുപാടുകളിലും ഭയകാരണമായ പലതും കാണും, അസ്വസ്ഥതയ്ക്ക് കാരണമായ പലതും കാണും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ, സ്തോത്രം. അപ്പോൾ എന്താണ് ഈ പ്രൈഡ്, ഇവൻ്റെ അഹന്ത എന്നൊരു വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നു. ചിലർ വിചാരിക്കും അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെളിഞ്ഞ് തലപൊക്കി പിടിച്ച് നടക്കുന്ന അല്ല. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു ടോഡ്ലർ, നടക്കാൻ താറാവ് നടക്കുന്ന പോലെ തത്തിപ്പിടിച്ചൊക്കെ നടക്കുന്ന ഒരു കൊച്ച്, അപ്പുറത്തൊരു ഗർത്തം, താഴെ പോയ ഒന്നും അവനെ കിട്ടുകയില്ല. അപ്പം പറഞ്ഞു, എൻ്റെ കൈ പിടിക്കടാ. അപ്പൻ്റെ ഇവൻ്റെ കയ്യെ കയറി പിടിച്ചിട്ടുമുണ്ട്. വിടാ, എനിക്ക് തന്നെ നടക്കാനറിയാം. ഹല്ലേലൂയ. വഴിയറിയാവുന്നവൻ സ്നേഹനിധിയായ പിതാവിൻ്റെ കരം വിട്ട് പാപത്തിൻ്റെ സ്വാതന്ത്ര്യം തേടി നടക്കുന്നതാണ് അഹങ്കാരം. ഹല്ലേലൂയ, സ്തോത്രം. നീ ആരിലാണ് ചാരിയിരിക്കുന്നത്? മരുന്നിലാണോ? ആമേൻ, സ്തോത്രം. നിൻ്റെ പരിചയ സമ്പത്തിലാണോ? ഓർമ്മശക്തിയിലാണോ? നിൻ്റെ വിവേകത്തിലാണോ? ഹല്ലേലൂയ. ധനത്തിലാണോ? മരുന്നിലാണോ? ഏതിലാണ് ചാരിയിരിക്കുന്നത്? ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിൽ ചാരണം. നിൻ്റെ, ആമേൻ, സ്തോത്രം, ക്ലബ് ടൈം, സ്ക്രീൻ ടൈം, മൊബൈൽ ഉപയോഗിക്കുന്നത്, ആമേൻ, സ്തോത്രം, കൂട്ടുകാരുമായി സൊറ പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് യുവർ പ്രയർ ടൈം, ഏറ്റവും അടുത്ത ബന്ധുവിനോട് സമയം ചെലവഴിച്ചാൽ ശരിക്കും നീ ചാരുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നേരെ നിൽക്കാൻ ആരോഗ്യം പോലും ഇല്ലാത്ത സമയം, ആമേൻ, സ്തോത്രം, നമ്മുടെ മാതാപിതാക്കൾ, വല്യപ്പച്ചന്മാർ യേശു കർത്താവിനോടുകൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തീർന്നില്ല. ആമേൻ. നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള ബന്ധം, ചിലർ പറയും റാന്നി മൊത്തം എൻ്റെ സഹോദരന്മാരാ. അല്ല, അടുത്ത കുറച്ച് പേരില്ലേ, ഓൺ ബ്രദേഴ്സ്,
കസിൻ ബ്രദേഴ്സ്, അവരുമായിട്ടുള്ള ബന്ധം കർത്താവിൽ വാസ്തവമായി ചാരിയാൽ, യേശുവുമായിട്ടുള്ള ബന്ധം ശരിയെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധവും ശരിയാവും. ഒരു സൺഡേ സ്കൂൾ കഥയുണ്ട്. ഒരു ചേട്ടനും അനിയനും, അവരൊരുമിച്ച് ജീവിച്ചു, ഒരുമിച്ച് പഠിച്ചു, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി, വളർന്നു. സ്തോത്രം. അടുത്തടുത്തുള്ള 2 വീടുകളിൽ പാർത്തു. ഏതോ ചെറിയൊരു ഡിസഗ്രിമെൻ്റ്, ഒരു അഭിപ്രായ വ്യത്യാസം. അനിയൻ ഒരു JCB കൊണ്ടുവന്നിട്ട് 2 വീടിൻ്റെ നടുക്കൂടെ ഒരു ട്രെഞ്ച്, അങ്ങോട്ട് ഒരു ചാല് കീറി ആൻഡ് കണക്റ്റഡ് ഇറ്റ് വിത്ത് എ വാട്ടർ ബോഡി, വെള്ളം ഒഴുകി വരാനുള്ളൊരു ക്രമീകരണം ചെയ്തു. 2 വീടിൻ്റെ നടുക്ക് വെള്ളം ഒഴുകുന്നൊരു ചാല്. അനിയനാ ചെയ്തത്. ചേട്ടൻ പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്തു. അനിയൻ പറഞ്ഞു, എനിക്ക് പുള്ളിയുടെ അടുത്ത് പോകണ്ട, പുള്ളി ഇങ്ങോട്ടും വരണ്ട, അതിനാ ഈ ചാല്. അപ്പോൾ ചേട്ടൻ പറയാ, അങ്ങനെയാണെന്ന് എനിക്ക് അവനെ കാണുകയേ വേണ്ട. ഒരു മേസ്തിരിയെ വിളിച്ചു. മേസ്തിരിയോട് പറഞ്ഞു, ഞാനൊരു 2 മാസം ഈ വീട് വിട്ട് മാറുക, ആ സമയം കൊണ്ട് മുഴുവൻ പൈസ നിനക്ക് ഇതേ തന്നിരിക്കുക, അവൻ എന്നെ കാണാത്തതുപോലെ ഒരു മതിൽ കെട്ടണം. ഹല്ലേലൂയ. അവൻ്റെ ചാലിനിപ്പുറത്ത് ഒരു മതിൽ. അവൻ സ്തോത്രം എൻ്റെ അടുത്ത് വരണ്ടെന്നല്ലേ, എനിക്ക് അവനെ കാണുകയേ വേണ്ട. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മേസ്തിരിയായിരുന്നു. പുള്ളിയും കൂട്ടാളികളും വന്നു. മതിലിനു പകരം ഒരു പാലം പണിതു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പാലം പണിതു. നല്ല പില്ലറൊക്കെ അടിച്ചൊരു പാലം, വീതിക്ക്. സ്തോത്രം. 2 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു. നോക്കിയപ്പോൾ മതിലില്ല, പാലം. ഇതൊന്ന് ചോദിക്കണമല്ലോ. സ്തോത്രം. അതിന് മേസ്തിരിയെ നോക്കിയപ്പം പുള്ളിയും കാണാനില്ല. ദേഷ്യത്തോടെ പുള്ളിയും ഭാര്യയും മക്കളും പാലത്തിന് നടുക്കിയെന്ന് ഉറച്ച് 2 ചവിട്ട്. നോക്കിയപ്പോൾ നല്ല ബലം. നോക്കിയപ്പോൾ അനിയനും കുടുംബവും നിലവിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക, അച്ചാച്ചാ ക്ഷമിക്കണേ, ഞാനൊരു ട്രെഞ്ച് കുഴിച്ചു, എന്നാൽ അതെന്നോട് ക്ഷമിച്ച് വില കൊടുത്ത് എൻ്റെ ഭവനത്തിലേക്കൊരു പാലം പണിതല്ലോ. എത്ര വലിയൊരു മനുഷ്യൻ. അവർ കെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ. പിശാച് ട്രെഞ്ച് കുഴിക്കുമ്പോൾ യാചനയുടെ ആത്മാവിൽ പാലങ്ങളുണ്ടാവും. സ്തോത്രം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ചെതറിപ്പോകുന്ന അസ്ഥികൂടമല്ലേ നമ്മൾ? ഇല്ലാതെ പോകുന്ന മണ്ണല്ലേ ഈ ശരീരത്തിലുള്ളത്? എന്നാൽ സ്തോത്രം, മണ്ണിൻ്റെ പേരിൽ ഒരു ഭിന്നതയുണ്ടെങ്കിൽ വിണ്ണിൻ്റെ പേരിൽ ഒന്നിക്കണം. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാകുന്നില്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഇനി ശ്രദ്ധിക്കുക, ഓബദ്യാവ് 11-ാം വാക്യം. ആമുഖമായി നമ്മൾ സാക്ഷ്യം കേട്ടല്ലോ. മിഷൻ, അതാണ് 11-ാം വാക്യം. അന്യജാതിക്കാർ അവൻ്റെ സമ്പത്ത് അപഹരിച്ചുകൊണ്ടുപോയി. അന്യദേശക്കാർ 11-ാം വാക്യം. അവൻ്റെ ഗോപുരത്തിൽ കടന്നപ്പോൾ, സ്തോത്രം, ഇങ്ങനെ വായിക്കുന്ന, when the enemy entered his gate, അവൻ്റെ വാതിലിനകത്തേക്ക് ശത്രു കയറിയപ്പോൾ, you stood aloof, നീ സ്തോത്രം അത് കണ്ടോണ്ട് നിന്നു. ഹല്ലേലൂയ. ഭാരതത്തിൽ എത്രയോ വർഷം മുമ്പ് സുവിശേഷം എത്തിയതാ. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി, അനുഗ്രഹീത നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഏക സത്യവഴിയായ യേശു കർത്താവിൻ്റെ നാമം നമുക്ക് കിട്ടിയതല്ലയോ? എന്നാൽ അനേകരുടെ വാതിലിനകത്ത് ശത്രു പ്രവേശിച്ചു എന്നറിഞ്ഞിട്ട് നമ്മൾ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. ഹെൽപ്ലെസ്ലി വി ആർ വാച്ചിങ്. ഹല്ലേലൂയ. അവൻ്റെ വാതിൽക്കൽ, ഹല്ലേലൂയ, സ്തോത്രം, കടന്നു ചെല്ലുവാനും യേശുവിൻ്റെ സുവിശേഷം പറയാനും. വെളിച്ചം ചെന്നാൽ ഇരുട്ട് ഇറങ്ങി വരുമല്ലോ, ഇരുട്ട് മാറിപ്പോവുമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അതിന് കുറച്ച് വിലയൊക്കെ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ തേനിയിൽ ഒരു ഓപ്പൺ എയർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് വന്ന് ചീത്ത വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ പിള്ളേർ ചോദിച്ചു, ഇങ്ങനെ ഈ 2050 പോലും ഇറങ്ങാത്ത ചീത്ത വിളിക്കുമ്പോൾ ഈ സുവിശേഷ വേലക്കാരെങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു തമിഴൻ അതിൻ്റെ ഒരു കാരണം പറഞ്ഞു. സ്തോത്രം. ഇങ്ങനെയാണ്, യു കനോട്ട് ഷെയിം ദ ഷെയിംലെസ്. നാണം കെട്ടവരെ നാണം കെടുത്താനൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. ആഗ്രഹിച്ചാൽ അതിനുള്ള ബലം തരും, നിൽക്കാനുള്ള ബലം നൽകും, വൈഭവം നൽകും. ഹല്ലേലൂയ, സ്തോത്രം. ഇനി കുറച്ച് പ്രമാണങ്ങൾ ശ്രദ്ധിക്കുക.
ഇത് കുറച്ച് ഭയത്തോടെയാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞ്, ആരിൽ ചാരണമെന്നറിഞ്ഞ്, അവൻ ആരോട് ചോദിക്കണമെന്നറിഞ്ഞ്, അവൻ സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്നറിഞ്ഞ്, അവൻ ബന്ധങ്ങൾ വിലയേറിയതാണെന്ന് അറിഞ്ഞിട്ടും 15-ാം വാക്യം ഒടുവിലത്തെ ഭാഗം, അവൻ മറുതലിച്ച് ജീവിച്ചാൽ, അവൻ യേശുവിനെ ദുഃഖിപ്പിച്ച് പിശാചിനെ സന്തോഷിപ്പിച്ച് ജീവിച്ചാൽ 15-ന്റെ ഏറ്റവും ഒടുവിൽ നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ മടങ്ങി വരും. ദ ഡീഡ്സ് വിൽ റിട്ടേൺ അപ്പോൺ യുവർ ഹെഡ്. ചിലർ പറയും, അത് നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ, തലയിലോട്ട് വരും ചെയ്തതല്ല. പക്ഷെ ഇതിന് ഇച്ചിരിയുടെ ആഴമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മക്കളെ സദൃശ്യവാക്യങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. സദൃശ്യവാക്യം 17-6. സദൃശ്യവാക്യം 17-6. ആമേൻ. മക്കൾ വൃദ്ധന്മാർക്ക് കിരീടം. ഗ്രാൻഡ് ചിൽഡ്രൻ ആർ ദ ക്രൗൺ ഓഫ് ദ ഏജ്ഡ്. അപ്പോൾ കൊച്ചുമക്കൾ ആമേൻ സ്തോത്രം കിരീടമാണ്. അപ്പോൾ കൊച്ചുമക്കളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നീ ചെയ്തത് നിൻ്റെ തലയിലോട്ട് മടങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം, നിങ്ങൾ വിപത്ത് ക്ഷണിച്ചു വരുത്തുന്നതാണ്. കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവിനെ വേദനിപ്പിച്ച് പാപങ്ങളുടെ വഴിയിലേക്ക് വഴിപിഴച്ചു പോകുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇത് ഒത്തിരി പേര് പറഞ്ഞൊരു ഉദാഹരണമായിരിക്കും. പക്ഷേ അത്രയും ആമേൻ തെളിവുള്ള ഒരു ഉദാഹരണം മറ്റൊന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഈ കോട്ടയം ജില്ലയിൽ നിന്ന്, മീനച്ചിൽ താലൂക്കിൽ നിന്ന് പണ്ട് വയനാട്ടിലേക്ക് ഒത്തിരി പേര് കുടിയേറിപ്പോയല്ലോ. അങ്ങനെ പോയ ഒരു കുടുംബത്തിൻ്റെ ട്രൂ സ്റ്റോറി, ശാപങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ കേസ് സ്റ്റഡി ആയിട്ട് ഒത്തിരി പേര് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടുന്ന് പോയി അവിടെ ചെന്ന് അച്ചായന്മാരായിട്ട്, പക്ഷെ അതിൻ്റെ അയൽപ്പക്കത്ത് കുറച്ച് പാവങ്ങൾ, ചാപ്ര, മനസ്സിലായേ, പോത്തിനെയും എരുമയും വളർത്തുന്ന കുറച്ച് ചായ്പുകൾ, ഈച്ചയുണ്ട്, ദുർഗന്ധമുണ്ട്. അപ്പോൾ ഈ കോട്ടയത്തു നിന്ന് പോയവർ താമസിക്കുന്നതിൻ്റെ അയൽപ്പക്കത്താണ് ഈ പാവങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ വൃത്തിയില്ലായ്മയും ഈച്ചയും ദുർഗന്ധവും കന്നുകാലികളുടെ പോത്തിൻ്റെ അമർച്ചയൊക്കെ കൊണ്ട് അവർക്ക് ശല്യമായി. ഇവർ മിടുക്കന്മാരല്ലേ, അലാക്കാരൊക്കെ അല്ലേ. അവർ രാത്രി പാവങ്ങൾ പകലധ്വാനത്തിന് ശേഷം ഉറങ്ങുന്ന സമയത്ത് മുണ്ടൻ തടിയും വെച്ച് അവർ പമ്മിച്ചെന്ന് ചെറിയ ചെറിയ കിടാരികൾ, പോത്ത എരുമ കുട്ടികൾ, അതിൻ്റെ നെറുകുന്തല നോക്കി അടിക്കും. അങ്ങനെ ചെറിയ പോത്തിൻ കുട്ടികളെ, എരുമക്കുട്ടികളെ മൊത്തം അടിച്ചു കൊന്നു. സ്തോത്രം. അങ്ങനെ ഈ ഒരു കൃഷി നഷ്ടമായി. ആ പാവങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് ആ നാട് വിട്ടുപോയി. പിന്നീട് ഈ മിടുക്കന്മാർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് ഈ വിരലും തമ്മിൽ ഒട്ടി നിൽക്കും, ബാക്കി 3 വിരൽ ഒട്ടി നിൽക്കും, കുളമ്പ് പോലെ. ഹല്ലേലൂയ, ആമീൻ. ചിലരൊക്കെ ആത്മഹത്യ ചെയ്ത കുടുംബത്തിൽ. പിന്നെ അവർ തമിഴ്നാട്ടിലൊക്കെ കുടിയേറി. ആമേൻ, സ്തോത്രം. അവർ ഒത്തിരി നേർച്ച കാഴ്ചകൾ ചെയ്തു. ഏറ്റവും ഒടുവിൽ ആ വംശാവലി അങ്ങനെ ക്ഷയിച്ചു പോയി. ഹല്ലേലൂയ, സ്തോത്രം. കാണുന്ന ഒരു കർത്താവുണ്ട്. ഇന്നലകളെ തിരുത്താൻ നിങ്ങൾക്ക് ഒക്കുകയില്ല, പക്ഷെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് സാധ്യമാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ക്ലോസ് യുവർ ബാക്ക് ഡോർസ്. ഇന്നലെ വരെ വന്ന വഴി അടയ്ക്ക്, എന്നാൽ ആയുസ് മുഴുവൻ യേശു കർത്താവിൻ്റെ ആലയമായി പ്രതിഷ്ഠിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഇന്ന് സായാഹ്നം ഈ കത്തോലിക്കയിലെ ഒരു അച്ഛൻ എഴുതി പാടിയതുപോലെ ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞൊന്നു നോക്കിയാൽ ഈ കാലമത്രയും എന്താണു നന്മയായി നീ ചെയ്തതെന്ന്, കുത്തഴിഞ്ഞുള്ളൊരു ജീവിതം മാത്രമേ സമ്പാദ്യമായി എൻ്റെ കയ്യിലുള്ളൂ. കർത്താവ് ദാനമായി തന്ന ജീവിതം തിരികെ ചോദിച്ചാൽ കൊടുക്കേണ്ടതല്ലയോ? കടമായി ലഭിച്ച നിന്നാത്മാവിനെ ഏൽപ്പിച്ചു കണക്കു നീ തീർക്കേണ്ടതല്ലേ. എന്നിട്ട് പറയാം, കരുതലോടിരിക്കാം ഇനിയുള്ള ജീവിതം അവിടുത്തേക്കായി കാത്തിരിക്കാം. അളവറ്റ കൃപയാൽ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കി സ്വന്ത വീട്ടിലെത്താം. കണ്ടോ?
ഹല്ലേലൂയ. സമർപ്പിച്ചാലുള്ള കൃപ, അളവറ്റ കൃപ ലഭ്യമാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. സ്തോത്രം. തീർന്നില്ല. ആമേൻ. ഈ ഞാൻ പറഞ്ഞു, ഇസ്രായേലിന് ചുറ്റും ഏദോമിൻ്റെ ചിതറിയ ആ ഒരു ജനുസ് ഉള്ള ഒത്തിരി ശത്രുക്കളുണ്ട്. ഈ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞ് ക്രിക്കറ്റ് കളി കാണുന്നത് ഒട്ടും ടെൻഷനില്ല, അല്ലയോ? 2020 ഫൈനലിൽ അവസാനത്തെ ബോളിൽ സൂര്യകുമാർ ബോൾ പിടിക്കുമെന്നും ഇന്ത്യ ജയിക്കുമെന്നും ആദ്യം അറിഞ്ഞ ഒരു ടെൻഷനും ഇല്ലല്ലയോ? ദേ, 3-ാം ലോക മഹായുദ്ധം ഉപദ്യാവ് പറയുക, അതിൻ്റെ 18-ാം വാക്യം. ദേ, അതിൻ്റെ റിസൾട്ട്. ഇസ്രായേലിന് ചുറ്റും ശത്രു രാജ്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി ശത്രു രാജ്യങ്ങൾ. എന്നാൽ 18-ാം വാക്യം, യാക്കോബ്. ഇസ്രായേൽ പൊട്ടിക്കേണ്ട ചിലത് പൊട്ടിക്കും. ജൈവായുധമാണെന്നോ ഹൈഡ്രജൻ ബോംബാണെന്നോ എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അന്ന് യാക്കോബ് ഗ്രഹം തീയും, യോസെഫ് ഗ്രഹം ജ്വാലയോ ആയിരിക്കും, ഏശാവ് ഗ്രഹം താളടിയായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. തീർന്നില്ല. ആമേൻ, സ്തോത്രം. ഇതിനകത്ത് 2 വാഗ്ദത്തങ്ങൾ എടുക്കുക പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. 2 വാഗ്ദത്തങ്ങൾ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയല്ലേ? 3-ാം വാക്യം. സ്തോത്രം. 3-ാം വാക്യം. ഏത് ശക്തിയുള്ള, ഏത് ഉയരത്തിലിരിക്കുന്ന, ഏത് സ്തോത്രം കടുകട്ടിയായ ബന്ധനമാണെങ്കിലും അതിൽ നിന്ന് ഇറക്കാൻ തമ്പുരാന് സാധിക്കും. ഉന്നതവാസം, പാറയുടെ പിളർപ്പ്, ഏത് ശത്രുവിൻ്റെ ഒളിയിരിപ്പും ഇറക്കാൻ, ശത്രുവിനെ ഇറക്കാൻ യേശു കർത്താവിൻ്റെ നാമത്തിന് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് സെക്കറിയാവിൽ അതേ ചിന്ത ആവർത്തിക്കുന്നുണ്ടല്ലോ. സെക്കറിയാവ് 4:7, സെരുബ്ബാബേൽ, നിന്റെ മുൻപിലെ ആ മഹാപർവ്വതം അത് സമഭൂമിയാകും. ഹല്ലേലൂയ. രോഗാത്മാവ്, ബിസിനസ്സിനെ തകർക്കുന്ന ദുരാത്മാവ്, ഭിന്നതയുടെ ദുരാത്മാവ്, ദുസ്വപ്നം കൊണ്ടുവരുന്ന ദുരാത്മാവ്, തലമുറകളുടെ ചുവടുകളെ തെറ്റിക്കുന്ന ഡീവിയേറ്റിംഗ് സ്പിരിറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. വിഗ്രഹാരാധനയുടെ സ്വാധീനങ്ങൾ, ഏത് കടുകട്ടിയായ ഉന്നതം വലുത് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ശത്രുവിൻ്റെ സ്തോത്രം പോരാട്ടത്തെയും താഴെ ഇറക്കാൻ യേശു കർത്താവിൻ്റെ നാമത്തിന് സാധിക്കും. ഹല്ലേലൂയ. ഇഫ് ഹി ഓൺ യു, സ്തോത്രം, ഹി വിൽ റെക്ടിഫൈ യു. അവൻ നിന്നെ സ്വന്തമാക്കിയാൽ അവൻ പരിഹരിക്കും. തീർന്നില്ല. സ്തോത്രം. ഒരു ക്രിയാപദം 4 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 19-ാം വാക്യം, 20-ാം വാക്യം. 19, 20 ഇങ്ങനെ വായിക്കും. ഏശാവിൻ്റെ പർവ്വതം, ഒരു ലിസ്റ്റ് പറയാം. ഫിലിസ്ത്യ ദേശം, എഫ്രൈം ദേശം, സമരിയ പ്രദേശം, ഗിലെയാദ്, തെക്കേ ദേശത്തെ പട്ടണങ്ങൾ, ഇതെല്ലാം കൈവശമാക്കും. യു വിൽ ഇൻഹെറിറ്റ്, യു വിൽ റീഗെയിൻ. തമ്പുരാൻ ഉദ്ദേശിച്ച അവകാശങ്ങൾ നിന്റെ ഭവനത്തിൽ തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. ചാരേണ്ടതുപോലെ ചാരണം. ഹല്ലേലൂയ. ബന്ധങ്ങൾ ആകേണ്ടതുപോലെ ആകണം. ശിഷ്ടായുസ് അവൻ പറഞ്ഞതുപോലെ ക്രമീകരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വഴിപിഴയ്ക്കാനല്ല, കൃപയിൽ നടക്കാൻ പ്രതിഷ്ഠിച്ചാൽ അവൻ കൈവശമാക്കും. ഹല്ലേലൂയ. അവൻ നൽകും, നീ സ്വന്തമാക്കും. തലമുറകളുടെ ഭാവി, ഭവനത്തിൻ്റെ ഭാവി, സാക്ഷിപ്പാൻ തക്കവണ്ണം ആരോഗ്യമുള്ള ശരീരം, ഹല്ലേലൂയ, അവൻ നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രികാലം അവൻ കൈവശമായിട്ട് തരും. അവൻ ശത്രുവിനെ ഇറക്കും. സ്തോത്രം. ഈ ബോക്സിംഗ് റിങ്ങിൽ, പെണ്ണുങ്ങളുടെ ബോക്സിങ്ങിൽ പല വിഭാഗങ്ങളിൽ തോൽവി അറിയാതെ, ഒറ്റ കളി പോലും തോൽക്കാതെ റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയുണ്ട്. മുഹമ്മദ് അലി, അല്ലെങ്കിൽ കാഷ്യസ് ക്ലേ മുഹമ്മദ് അലി എന്ന ബോക്സറിൻ്റെ മകൾ ലൈല അമാരിയ അലി, ലൈല മുഹമ്മദ് അലി 2007 റിട്ടയർ ചെയ്തു. അവരെക്കുറിച്ച് പറയുന്നത്, തുടർച്ചയായി 24 അന്താരാഷ്ട്ര മത്സരങ്ങൾ ജയിച്ചു. അപ്പോൾ വലേറി മാൻഹുഡ്, സ്തോത്രം, വലേറി മാഫുഡ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുമായി, ഒരു ബോക്സറുമായി ഇടി. അതിനകത്ത് ഇവക്ക് പരിക്കേറ്റ്, നെറ്റി പൊട്ടി, കണ്ണ് കേടുപാട് വന്ന്, ചോര ഒലിപ്പിച്ച്, ഇനി ഇവക്ക് നേരെ നിൽക്കാൻ വയ്യ എന്നൊരവസ്ഥയിൽ നിൽക്കുക. പക്ഷേ അവള് ക്വിറ്റ് ചെയ്യാതെ എഴുന്നേറ്റ് വന്ന് വീണ്ടും മത്സരം തുടർന്ന് ജയിച്ചു.
പത്രക്കാർ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത് സാധിക്കും? ഹല്ലേലൂയ, ആമേൻ. ഇവള് പറഞ്ഞ എന്താണെന്നറിയോ? ഐ ഹാവ് സീൻ മൈ ഫാദർ ഫ്രം പോയിന്റ്സ് ഓഫ് നോ റിട്ടേൺ. മുറിവേറ്റ് മടങ്ങി വരാൻ ഒരു സാധ്യതയുമില്ലാത്ത തകർച്ചയിൽ നിന്ന് എൻ്റെ അപ്പൻ കയറി വന്ന് ജയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പനെ കണ്ടിട്ടുണ്ട്. എത്ര തകർന്നാലും എഴുന്നേറ്റ് വരുന്ന എൻ്റെ അപ്പനെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് ഷെയിം, സഫറിങ് ആൻഡ് സോളിറ്റ്യൂഡ്, ലജ്ജപ്പെടലും ഒറ്റപ്പെടലും കഷ്ടപ്പെടലും ആ വഴികൾ താണ്ടി അവൻ നിത്യ തേജസ്സിലേക്ക് കരേറിപ്പോയത് ആമേൻ സുവിശേഷത്തെ തന്നിട്ടുണ്ട്. എത്ര തകർന്നാലും പരിഹരിപ്പാൻ തക്കവണ്ണം അവൻ്റെ പക്കൽ വല്ലഭത്വമുണ്ട്. ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിൽ ചാരുക. ആമേൻ. ക്രൂശ് മരണത്തെ ഒന്ന് നോക്കുക. ഹല്ലേലൂയ, ആമേൻ. എനിക്ക് പകരം, സ്തോത്രം കർത്താവേ, ആമേൻ, ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിക്കുന്നു. ആമേൻ. മൈ ടാലൻസ്, എൻ്റെ താലന്തുകൾ, എൻ്റെ ശിഷ്ടായുസിൻ്റെ അവസരങ്ങൾ ഞാൻ യാഗപീഠത്തിൽ വെക്കുന്നു. ആമേൻ. എൻ്റെ ശിഷ്ടായുസ് യേശു കർത്താവിനെ ലാഭമായി തീരുവാൻ, യേശുവിനെ ഉയർത്തുവാൻ ഇതാ പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു മാത്രം ഭരണകർത്താവ് എന്ന സത്യം പറയാൻ എൻ്റെ അധരങ്ങളെ തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. അവനിൽ ചാരുമ്പോൾ, അവനായി നിൽക്കുമ്പോൾ അവൻ കൈവശമാക്കി തരും. ഹല്ലേലൂയ, സ്തോത്രം. 1-2 വാഗ്ദത്തങ്ങളൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെ അവനിൽ ചാരിയാൽ കിട്ടുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുടെ, സ്തോത്രം, ഒരു ലിസ്റ്റുണ്ട്. സ്തോത്രം. ഞാനത് തിടുക്കത്തോടെ വായിക്കുക. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14. ഇന്ന് രാത്രികാലം നിങ്ങൾക്കത് ഓർമ്മിക്കാനും, ആമേൻ, ഇന്ന് രാത്രി നിങ്ങൾക്കതൊന്ന് മനസ്സിൽ ആവർത്തിക്കാനും തക്കവണ്ണോ. ഹല്ലേലൂയ, സ്തോത്രം. 14, ഹോശേയ 14 അതിൻ്റെ 4-ാം വാക്യം. എങ്കിൽ ആമേൻ യേശുവിൽ ചാരിയാൽ 14:4 ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഐ വിൽ ഹീൽ ദെയർ അപ്പോസ്റ്റസി എന്നാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ്. എങ്കിലും പച്ച മലയാളത്തിൽ ഇങ്ങനെ പറയാം, യേശുവിൽ ചാരിയാൽ എന്തിൻ്റെ കേടാണെങ്കിലും ഏതിൻ്റെ കേടാണെങ്കിലും, ആമേൻ, സ്തോത്രം, അതിൻ്റെ കാരണം അറിഞ്ഞ് അവൻ പരിഹരിക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ആമേൻ, സ്തോത്രം, ആരോഗ്യ വിഷയങ്ങൾ, ബന്ധങ്ങളുടെ വിഷയങ്ങൾ, നാളെയുടെ ചില ക്രമീകരണങ്ങൾ, എന്തിൻ്റെ കേടാണെങ്കിലും ഏതിൻ്റെ കേടാണെങ്കിലും അവൻ പരിഹരിക്കും. എന്നിട്ട് പറയാ, ആമേൻ, സ്തോത്രം, അതിൻ്റെ 4-ാം വാക്യത്തിൽ തന്നെ, ആമേൻ, നിങ്ങൾ കടന്നു ചെല്ലുന്ന ഇടത്ത് നിങ്ങളിൽ നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹത്തിൻ്റെ അനുഭവം വരും. ഞാൻ നിങ്ങളെ ഔദാര്യമായി സ്നേഹിക്കും. ലവ് വിൽ ഓവർഫ്ലോ. ഇതുവരെ സഹോദരങ്ങളെ കണ്ടപ്പോൾ നാഗസ്വരക്കാരൻ്റെ കവിള് പോലെ ആയിരിക്കുന്നു. എന്നാൽ അകത്ത് നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹം. When you go, love goes. ആമേൻ. കൂടെ വരുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ഞാൻ നിങ്ങളെ ഔദാര്യമായി സ്നേഹിക്കും. ഹീലിംഗ് ലവ്, ഇൻസ്പയറിംഗ് ലവ്, പ്രചോദനം നൽകുന്ന സ്നേഹം, സൗഖ്യമാക്കുന്ന സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിക്കാൻ, യേശുവിനെ കർത്താവായി സ്വീകരിപ്പാൻ നിർബന്ധിക്കുന്ന സ്നേഹം. അതാണ് ഈ സ്നേഹം. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ടോ, ആമേൻ, അതിൻ്റെ, ആമേൻ, 5-ാം വാക്യം, 14:5 ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. എന്നിട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ. ഞാൻ ഈ ഛത്തീസ്ഗഡിലായിരുന്നപ്പോൾ അവിടെ ആദിവാസികൾ മുള്ളംപന്നിയെ പിടിക്കാൻ പോകുന്നൊരു പോക്കുണ്ട്. കാലെ കയറ് കെട്ടും, എന്നിട്ട് അതിൻ്റെ മാളത്തിനകത്തോട്ട് നൂണ്ടങ്ങ് കയറും. അവർ പറയുന്ന കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഒരു കോൺഫറൻസ് ഹാള് പോലെ കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്. തണുപ്പ് കാലം ആകുമ്പോൾ ഇതുങ്ങൾ അതിനകത്ത് തമ്മിൽ ചേർന്നിരിക്കും. മുള്ളംപന്നിക്ക് തണുപ്പ് കാലം കഴിയുമ്പോൾ ദേഹത്ത് മുഴുവൻ മുറിവായിരിക്കും. കാരണം എന്താണെന്നറിയാം, തമ്മിൽ അടുത്തു വരാൻ ഒത്തിരി തടസ്സങ്ങളാണ്. മുള്ളല്ലയോ, എന്നാലും തണുപ്പ് കാരണം ചേർന്ന് നിൽക്കുമ്പോൾ തമ്മിൽ മുറിഞ്ഞാലും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. ചില ബന്ധങ്ങൾ, ചില കുടുംബങ്ങളുടെ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ പൊന്നു കർത്താവേ, ഇതുങ്ങൾ എങ്ങനെയാ ഒരുമിച്ച് ജീവിക്കുന്നത്? ആമേൻ. പെങ്കൊച്ചാണെങ്കിൽ മുടിയൊക്കെ അഴിച്ചിട്ട്, തമിഴ്നാട്ടിൽ നിന്ന് വൈക്കോൽ ലോറി വരുന്നത് പോലെ മുടിയൊക്കെ അഴിച്ചിട്ട് എയ്റോബിക്സ്. കെട്ടിയവനാണെങ്കിലോ 2 പഞ്ചായത്തിലെ പ്രാണവായു മുഴുവൻ. ഇതെങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു? ഇസ്രായേലിന് മഞ്ഞ് പോലിരിക്കും. ഹി വിൽ യുണൈറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കും. ജീസസ് ഈസ് ദ മാച്ച് മേക്കർ. അവനാണ് ചേർക്കുന്നത്, അവനാണ് ഇണക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ടാണ് അതിൻ്റെ 5-ാം വാക്യത്തിൽ മനോഹരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ
താമര പോലെ. ഇംഗ്ലീഷിൽ ലില്ലി പുഷ്പം എന്നാണ്, മലയാളത്തിൽ ലില്ലി തുല്യമായിട്ടൊരു പൂവില്ലാത്തതുകൊണ്ട് താമര ഇരിക്കട്ടെ, എങ്കിലും അതിലും ഒരു അഭിഷേകമുണ്ട്. അങ്ങനെ ഒരു മലയാളം തന്നതിൽ താമര ഇല്ല, താമര. ആമേ. വെള്ളപ്പൊക്കം, ദേശം മുഴുവൻ മുങ്ങുക, പാടത്തെ താമര. 20 അടി വെള്ളം പൊങ്ങി, താമര എവിടാ? വെള്ളത്തിന് മേളിലല്ലേ. 50 അടി വെള്ളം പൊങ്ങി, താമര എവിടാ? മേളിലല്ലേ. ദേശം മുഴുവൻ മുങ്ങി, താമര എവിടാ? താമരയെ താങ്ങുന്ന കരങ്ങൾ ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവനിൽ ചാരിയാൽ നിന്നെ താങ്ങുന്ന കരങ്ങൾ ഒരിക്കലും ക്ഷയിക്കുകയില്ല. പണ്ട് താമര കുമരകത്ത് ചെളിക്കകത്ത് ഇങ്ങനെ നിൽക്കുക. അന്നേരം ചുറ്റുപാടുമുള്ള ആമേൻ അവിടെ വെള്ളത്തിനകത്ത് എന്തൊക്കെയുണ്ട്? നീർക്കോലിയുണ്ട്, പിന്നെ വട്ടോനുണ്ട്, പിന്നെ ഞണ്ടുണ്ട്, ആപ്പ ഊപ്പ എല്ലാം ഉണ്ട്. ഇതുങ്ങളെല്ലാം പറഞ്ഞ് ഈ താമരയൊന്നുമല്ല, ചെടിക്കകത്തല്ലേ നിൽക്കുന്നു, ഞങ്ങളെന്നും കാണുന്നതല്ലേ. എന്നാൽ ദൂരേന്ന് തേനീച്ച വരും, ഈ താമരയുമായി സമയം ചെലവിടും. അതിൻ്റെ നെക്ടാർ, അതിൻ്റെ അകത്തുള്ള ആ തേൻ പെട്ടെന്ന് കേടായി പോകും. പക്ഷേ കേടാകാതെ ആ തമ്മിൽ ചേർന്നിരുന്ന സമയത്തിൻ്റെ ഓർമ്മയ്ക്കായി അത് ശേഖരിച്ച് ദൂരെ അറകളിൽ കൊണ്ടുവന്ന് വെക്കും. ചുറ്റുപാടുള്ളവർ നിങ്ങളെ വിലമതിച്ചില്ലെങ്കിലും ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ ആത്മവ്യാപാരത്തിലുള്ള പ്രാർത്ഥനയുടെ സമയം, അതിൻ്റെ നാമേ സ്തോത്രം നിത്യപ്രതിഫലമാണ്. അത് നിത്യതയ്ക്കായി എൻ്റെ നന്മകൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. നീ താമര പോലെ പൂക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ഒരു വാക്യം കൊണ്ട് വായിച്ച് നിർത്തുക. അവനിൽ ചാരിയാൽ, അതിൻ്റെ 7-ാം വാക്യം, ആമേൻ, 14:7, ഹോശയ, അവൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവർ ഹല്ലേലൂയ ധാന്യം വിളയിക്കും, ധാന്യം വിളയിക്കും. ദാറ്റ് ഈസ് മിഷൻ. ഈ സുവിശേഷത്തിൻ്റെ വിത്ത് ആമേൻ നിങ്ങൾ ഫലം കായ്ക്കുമാറാക്കും. നിങ്ങൾ വിതയ്ക്കും, അത് വളരും, അത് ജീവിതങ്ങളിൽ സഫലമാകും. ഹല്ലേലൂയ, ആമേൻ. ഈ ധാന്യം പുഴുങ്ങി വിതച്ചാൽ കിളിക്കുമോ? ഉള്ളതുപോലെ വിതയ്ക്കണം. ആമീൻ. അല്ല, ദൈവശാസ്ത്രമൊന്നും ചേർക്കരുത്. ആകാശത്തിന് കീഴിൽ, വാനത്തിന് കീഴ്, ഭൂമി മീതെ, വനവനേശുവിൻ നാമമെന്നേ, രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. മറ്റൊരു മാർഗമില്ല. മറ്റൊരു മാർഗം ഇല്ലേ? അതില്ലാത്തത് കൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വേറൊരു മാർഗമില്ല, ഒരേ ഒരു മാർഗം, ഒന്നേകാലില്ല, ഒരേ ഒരു മാർഗം, യേശു ക്രിസ്തുവിൻ്റെ ഏക സത്യം. ഇത് വിതയ്ക്കണം. ഹല്ലേലൂയ. അത് അവൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവർ ധാന്യം വിളയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക ജീവിതങ്ങളിൽ ഇത് മാനസാന്തരമായിട്ട് ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഭവനങ്ങളെ, നിങ്ങളുടെ തലമുറകളെ ഒന്ന് നോക്കാവോ? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ആമേൻ. ഇന്ന് രാത്രികാലം ചില നിലവിളികൾ ഉയരണം. ഹല്ലേലൂയ. ആയുസ്സിൽ ഇന്നാൾ വരെ നമ്മൾ നടന്നു പോന്നു. എത്രയോ വാഹന അപകട സാധ്യതകൾ മനുഷ്യനിർമ്മിതമായ വാഹനങ്ങളായിരുന്നു. ആമേൻ, സ്തോത്രം. അവിടുന്ന് സൂക്ഷിച്ചു. എതിർവാഹനങ്ങൾ നിമിത്തമുള്ള അപകടങ്ങളിൽ നിന്ന്, ഇടജന്തുക്കളിൽ നിന്ന്, രോഗാണുക്കളിൽ നിന്ന്. ആമേൻ, സ്തോത്രം. ഇത് ആമേൻ രോഗപ്രതിരോധം എന്ന് പറഞ്ഞ് അനേകർ എടുത്ത വാക്സിനേഷൻ, അത് തന്നെയാണ് നമ്മളും എടുത്തത്. അത് അനേകർക്ക് ഹാർട്ട് ബ്ലോക്കായി, ആമേൻ, മാരക രോഗങ്ങളായിക്കൊക്കെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ എന്നാൽ ശേഷിക്കുക. ആമേൻ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ശേഷിക്കുന്നത് മൺമയമായ ശരീരത്തിൽ ഹൃദയമിടിപ്പ് നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അനേക ദുരന്തങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ തലമുറകൾ ശേഷിക്കുന്നത്, പാർപ്പിടങ്ങളെ ശത്രു ഭേദിക്കാതിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. മുൻ തലമുറകൾ നിന്നിൽ ചാരിയത് കണക്കിട്ടത് കൊണ്ടാണ്. എന്നാൽ ഞങ്ങളുടെ തലമേൽ മടങ്ങി വരുന്ന ചിലത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിലെ പുഴവുകൾ, ആമേൻ, വിഗ്രഹാരാധനകൾ, ആമേൻ, യേശു ക്രിസ്തു മാത്രം ഏക സത്യ ദൈവമെന്ന് അറിഞ്ഞിട്ടും, ആമേൻ, സ്തോത്രം, ചില കൂട്ടുകെട്ടുകൾ നിമിത്തം, ചില സമ്മർദ്ദങ്ങൾ നിമിത്തം, ചില അന്യായ അന്ധകാര നേർച്ച കാഴ്ചകൾക്കോ ആരാധനകൾക്കോ വഴിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം മടങ്ങിവാ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ ചാരുവാൻ മടങ്ങിവാ. ആമേൻ. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം അഴിയുകയാ. ഹല്ലേലൂയ, സ്തോത്രം. ചില ഭയങ്ങൾ നീങ്ങിപ്പോവുകയാ. ആമേൻ, സ്തോത്രം. ചില തെറ്റായ ചുവടുകൾ ഇന്ന് മുടങ്ങുകയാ. ചില മുറുകെ പറ്റുന്ന പാപങ്ങൾ ഇന്ന് വിട്ടൊഴിയുകയാ. ഹല്ലേലൂയ, സ്തോത്രം.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രികാലം നിങ്ങൾ ആരിൽ ചാരിയിരിക്കുന്നു? ആമേൻ. അവനോട് ചില കാര്യങ്ങൾ അകമഴിഞ്ഞൊന്ന് പറയാമോ? ആമേൻ. രാത്രികാലം ആമേൻ. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, ഹൃദയം തുറന്നിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളോട് കൂടെ ആമേൻ യാത്ര ആരംഭിച്ച അനേകർ ഇന്നില്ല കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വന്ന സമാനമായ രോഗം വന്നവർ, ഞങ്ങൾക്ക് വന്ന സമാനമായ അപകടങ്ങൾ വന്നവർ ഇന്നില്ല കർത്താവേ. അനേക ഭവനങ്ങളിൽ ആൾ കുറഞ്ഞു പോയപ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ ആൾ കുറയാതെ നിർത്തിയത് അവിടുത്തെ കൃപയാ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഇത്രയും പേർ മതി. ഞങ്ങൾ ഈ സർവ്വവല്ലഭനിൽ ചാരുമ്പോൾ, അവൻ്റെ കരം പിടിക്കുമ്പോൾ, ഞങ്ങളുടെ ദേശത്തിനു മേലുള്ള അന്ധകാരത്തെ, അന്യായ രാഷ്ട്രീയ അനീതികളെ, സ്തോത്രം, ദേശത്തിനു മേലുള്ള അലസതകളെ, ദേവാലയങ്ങൾ ഉയർന്നു വരുന്ന സ്വാർത്ഥതകളെ ഇന്ന് രാത്രി ഞങ്ങൾ ഫൽസിച്ചു പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളിൽ ആരംഭിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വിഷമസന്ധി അത് എത്ര വലുതാണെങ്കിലും, നിങ്ങൾക്ക് നേരെയുള്ള അന്ധകാര വ്യാപാരം അത് എത്ര ക്രൂരമാണെങ്കിലും, however intensities എത്ര തീവ്രമായിരുന്നാൽ ഇന്ന് രാത്രികാലം യേശു കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാകുമ്പോൾ, ഭരണകർത്താവാകുമ്പോൾ അത് അഴിഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി ശിഷ്ടമായ സ്തോത്രം ശേഷമുള്ള സമയം പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളെയും തലമുറകളെയും പ്രതിഷ്ഠിക്കാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി കാലം ഇതാ കർത്താവേ, യേശു കർത്താവിൻ്റെ സാക്ഷ്യ ജീവിതത്തിനായി, യേശു കർത്താവ് മാത്രം രക്ഷാമാർഗം, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഏകമാർഗം യേശു ക്രിസ്തു എന്ന് എൻ്റെ ശിഷ്ടായുസ് കൊണ്ട് ഉയർത്തുവാൻ, ലജ്ജ കൂടാതെ പറയുവാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ മനസ്സുള്ളവർ മാത്രം നിങ്ങളുടെ തലമുറകളെ വിശ്വാസത്താൽ അവൻ്റെ കരങ്ങളിലേക്ക് പ്രതിഷ്ഠിപ്പാൻ മനസ്സുള്ളവർ മാത്രമായി ഇടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഏൽപ്പിക്കാം. ഹല്ലേലൂയ. അർപ്പണം ചെയ്യുന്നാൽമനിയോഗാൽ അല്പമെനിക്കുള്ളതെല്ലാം, അർപ്പണം ചെയ്യുന്നാൽമനിയോഗാൽ അല്പമെനിക്കുള്ളതെല്ലാം, ഉന്നതനേ തവ സേവയിൽ ജീവിതം ഒന്നുമതി എനിക്കുലകിൽ, ഉന്നതനേ തവ സേവയിൽ ജീവിതം ഒന്നുമതി എനിക്കുലകിൽ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇതാ കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തുവിന് മഹത്വം, യേശു ക്രിസ്തുവിന് മഹത്വം. ആമേൻ. വീണ്ടെടുപ്പിൻ്റെ കർത്താവ്, ആമേൻ. രക്തം ചൊരിഞ്ഞ കർത്താവ്, ആമേൻ. വഴിയിൽ ഉപേക്ഷിക്കാത്ത കർത്താവ്, രോഗസൗഖ്യദായകനായ കർത്താവ്, ആമേൻ. ഞങ്ങൾ വിതയ്ക്കുന്ന തുച്ഛമായുള്ളതിന് വിളവ് നൽകുന്ന കർത്താവ്, ആമേൻ. അനേക ജീവിതങ്ങളിൽ ഇത് മാനസാന്തരമാകണേ കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ ഏൽപ്പിക്കുന്നു, അതിൻ്റെ ഗ്രാമങ്ങളിൽ, അതിൻ്റെ പട്ടണങ്ങളിൽ, ആമേൻ. അതിൻ്റെ ദൂരസ്ഥലങ്ങളിൽ, ഞങ്ങളുടെ സഹോദരങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ, ആമേൻ. കൊയ്ത്തിനാളില്ലാത്ത ഒരു കാലത്ത് അവിടുന്ന് കൽപ്പിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനങ്ങളെ, തലമുറകളെ ഏൽപ്പിക്കുക. ഞങ്ങളുടെ തലമുറകളുടെ വഴികൾ, തീരുമാനങ്ങൾ, സമർപ്പണ നിമിത്തം യേശു കർത്താവിൻ്റെ വേല നടക്കുവാൻ അവിടുന്ന് തൃക്കൺ പാർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ഇതാ ഏൽപ്പിക്കുക. ആമേൻ. രാസപദാർത്ഥങ്ങൾ, മരുന്നുകൾ കഴിച്ചതുകൊണ്ടല്ല കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ച് ജീവകോശങ്ങളോട് കൽപ്പിച്ച് അതിനെ പരിഹരിച്ച് നിലനിർത്തുന്ന സൃഷ്ടാവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശരീരങ്ങളെ ബാധിച്ചിരിക്കുന്ന അന്യായ രോഗബന്ധനങ്ങളെ, കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായി, അവരുടെ പഠനത്തിന് തടസ്സമായി, അവരുടെ ജീവിതങ്ങൾക്ക് തടസ്സമായി, സ്തോത്രം, ബാധിച്ചിരിക്കുന്ന അന്ധകാരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഫൽസിച്ചകറ്റുക. ഹല്ലേലൂയ. രക്തത്താൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ജയം. യേശു കർത്താവിൻ്റെ രക്തത്താൽ ജയം. കർത്താവെ, വിവിധ സംഘടനകളിൽ, സഭയുടെ മിഷൻ വയലുകളിൽ, കുടുംബങ്ങളായി ഒറ്റയ്ക്കായൊക്കെ കടന്നുപോയ ഞങ്ങളുടെ വിലയേറിയ സഹോദരങ്ങളെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവർ നിരാശപ്പെട്ടു പോകാതെ കോടതി ഇടപാടുകളിൽ, പോലീസിൻ്റെ അനീതി ഇടപാടുകളിൽ, ദേശത്തുള്ള ക്രൈസ്തവ വിരുദ്ധ പോരുകളുടെ മധ്യേ അവരുടെ ശുശ്രൂഷ ഇല്ലാതെയായി പോകുവാൻ സമ്മതിക്കാതെ വണ്ണം അവിടെ നിന്ന് രാത്രികാലം പ്രവർത്തിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദേശത്തെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെയൊരു ഇടം അവിടുന്ന് വിശുദ്ധീകരിച്ചു തന്നല്ലോ.
അനേക നേതാക്കന്മാരെ ഞങ്ങൾക്ക് ഈ റാന്നിയുടെ പ്രദേശത്ത് തന്നല്ലോ. അവൻ ദീർഘകാലമായി ഞങ്ങൾക്ക് മുൻപേ നിൽക്കുന്ന അനേക മൂപ്പന്മാരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുന്ന കർത്താവേ, അവൻ പുതിയ ഒരു അക്കാദമി വർഷത്തിൻ്റെ തുടക്ക നാളുകളാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ സുബോധം, അവരുടെ വിവേചനം, അവരുടെ ഗ്രഹണശേഷി, ഓർമ്മശക്തിയൊക്കെ ആശീർവദിക്കണം. യേശുവിൻ്റെ വരവ് താമസിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരാൾ പോലും വഴിപിഴച്ചു പോകാതെ, ആമേൻ, സ്തോത്രം, ആമേൻ, അവിടുന്ന് നൽകിയ കൃപയുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി, ആമേൻ, പാപത്തോട് ഇടകലരാതെ, ആമേൻ, കെണികളിൽ അകപ്പെടാതെ, ആമേൻ, സ്തോത്രം, അവരുടെ വിഭവങ്ങൾ ശത്രു ചൂത് കളിച്ച് കളയാതെ വിഭവങ്ങൾ യേശു കർത്താവിന് ലാഭമായി തീരുവാൻ സഹായിക്കും. എല്ലാ ആശ്രയവും യേശു കർത്താവ്. തങ്കച്ചോര മുദ്രയിൽ ഞങ്ങളെ ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇരുത്തണേ അപ്പാ. യാചനയുടെ ആത്മാവ് പകർന്നു നൽകണം. ഞങ്ങൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹൃദയം തുറന്ന് നിരത്തുന്ന വിഷയങ്ങൾക്കുമേൽ അത്ഭുതങ്ങളെ അയച്ച് ഞങ്ങളെ മാനിക്കണം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ ഒരു നിമിഷം വിധേയപ്പെടുത്തിയാട്ടെ. ഞങ്ങൾക്കായി കരുതുന്നൊരു കർത്താവ് ജീവിക്കുമ്പോൾ മാറി നിൽക്കാതെ ആ വഴിയിൽ തന്നെ നിൽപ്പാൻ കർത്താവേ, അടിയനെ സഹായിക്കണമേ, അടിയനെ സഹായിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ശാന്തമായി കേട്ടത് ജീവിതത്തിലേക്ക് ഒന്ന് ഉൾക്കൊള്ളുവാൻ ഇടവരട്ടെ. പ്രിയപ്പെട്ടവരെ, ദുഷ്ടൻ കൊത്തിക്കൊണ്ടുപോകാൻ ഇടവരാതിരിക്കേണ്ടതിന് നല്ല നിലത്ത് വീണ വിത്ത് പോവല്ലേ ദൈവമേ അതിനെ കിളിർക്കുവാൻ അനുവദിച്ച് ഫലകരമായി തീരേണ്ടതിനെ സഹായിക്കണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും തന്നെ അവൻ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾക്കൊരു വഴിയേ ഉള്ളൂ. ഞങ്ങളെ ഏത് സാഹചര്യത്തെ സഹായിപ്പാൻ ഒരു കർത്താവുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരുവൻ ഞങ്ങൾക്കായിട്ടുണ്ട്. ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിൻ്റെ മുകളിലും ഞങ്ങൾക്കായി ജീവിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് ജീവിക്കുന്നതുകൊണ്ട് ഈ രാത്രി അടിയനെ സമർപ്പിക്കുന്നെന്ന് ഒന്ന് ഏൽപ്പിച്ച് പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവരെ, ആമേൻ, കേട്ടതിനനുസരിച്ച് പ്രതികരിച്ച് മടങ്ങുന്നവരായി തീരട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടത്ത് പ്രാർത്ഥന കേട്ട് മറുപടി അയച്ച് കാതങ്ങൾക്കപ്പുറത്ത് ഭൂഖണ്ഡങ്ങളുടെ അപ്പുറത്ത് മറുപടി നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നെന്ന് ആമേൻ അറിയുവാൻ തക്കോട് ഇടവരണമെന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗാനത്തിൻ്റെ ഒരടി നമ്മൾ ഒന്നിച്ച് പാടുക. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂത ശബ്ദത്തോടും ഇറങ്ങി വരുമ്പോൾ ഞങ്ങളും അവനോടുകൂടെ കാണപ്പെടും എന്നുള്ള ഉറപ്പ് പ്രാപിക്കുന്നവരായി ഈ ഗാനത്തിൻ്റെ അടികൾ നമുക്ക് ഒന്നിച്ച് പാടി പ്രാർത്ഥിച്ച ഈ സെഷൻ അവസാനിപ്പിച്ച് തുടർന്ന് 9 മണിക്ക് അടുത്ത സെഷൻ നമ്മൾ വീണ്ടും കൂടി വരുന്നില്ല. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. നീരുറങ്ങിടുന്ന ശുദ്ധിമാനാദം കേൾക്കും നാമത്തിൽ, മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാനാദം കേൾക്കും നാമത്തിൽ. പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ.
സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. Praise the Lord. എല്ലാവരും കരങ്ങളെ ഉയർത്തി ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്, ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നവനുണ്ട്. ഏത് സാഹചര്യത്തിലും ഞങ്ങളെ അറിയുന്ന ഒരു കർത്താവുള്ളത് കൊണ്ട് ഈ രാത്രി ബലത്തോടെ ശക്തിയോടെ ഞങ്ങളെ കടന്നു പോകാൻ അനുവദിക്കുന്നവനുണ്ടല്ലോ. ഈ രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിന്റെ വചനത്തിനായി സ്തോത്രം. അവിടുത്തെ ഭക്തനെ അവിടുന്ന് വേണ്ടി ഒരുക്കിയതിനായി സ്തോത്രം കർത്താവേ. കേട്ടധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് ഈ വചനം കേട്ടുവോ കർത്താവേ, അവരൊക്കെയും ദൈവസനിൽ ആദായപ്പെട്ടവരായി നിലനിൽപ്പാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനാ സെഷനിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ കൃപയെ അരുളുമാറാകണം. യാതനയ്ക്ക് നിലവിളിക്ക് തുറന്നിരിക്കുന്ന ഒരു ഇടം ഞങ്ങൾക്കായിട്ടുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരുമ്പോൾ കർത്താവ് സഹായിക്കണം. കർത്താവ് ഒരിക്കലൂടെ വരും സംസാരിച്ച ഭക്തനായി സ്തോത്രം. കുടുംബമായിട്ട് അവരെ സംരക്ഷിച്ചാട്ട് ഇന്ന് കടന്നു വന്നവർ, പ്രാർത്ഥിച്ചവർ, പാടിയവർ എല്ലാവർക്കായി സ്തോത്രം. കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു തമ്പുരാന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് ഒരു 5-10 മിനിറ്റ്